Hello friends. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഷാങ്ചിയുടെ പാർട്ട് 3 ആണ്. ഇത് അവസാനത്തെ പാർട്ടാക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇടയ്ക്ക് വരുന്ന മരം മുറിക്കൽ, പിന്നെ ശനിയാഴ്ച അൺഎക്സ്പെക്ടഡ് ആയിട്ട് പെയ്ത വലിയ മഴയും കാറ്റും ഇടിമിന്നലും. ഞാൻ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട ആയതുകൊണ്ട് ഇങ്ങോട്ട് അതിന്റെ എഫക്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് കറണ്ട് പോയി. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ടും കറണ്ട് വന്നിട്ടില്ല. ഇൻവെർട്ടറിലുള്ള ചെറിയ ചാർജ് വെച്ചാണ് ഇന്നത്തെ ഈ പാർട്ടെങ്കിലും ഇടാൻ പറ്റുന്നത്. എന്തായാലും കറണ്ട് വന്ന ഉടനെ പറ്റുകയാണെങ്കിൽ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ തന്നെ ലാസ്റ്റ് പാർട്ട് ഇടാം. എന്തായാലും കഴിഞ്ഞ പാർട്ടിൽ എന്താ ഉണ്ടായെന്ന് നമുക്ക് നോക്കാം. അനിയത്തിയുടെ കത്ത് കിട്ടിയ ഷാങ്ചി അവളെ തേടി ചൈനയിലെ മക്കാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. കൂടെ കേറ്റി ഉണ്ട്. പ്ലെയിനിൽ വെച്ച് ഷാങ്ചി എന്ന് പറയുന്ന പേര് മാറ്റി ഷോൺ എന്നിട്ടതിന് കേറ്റി അവനെ നന്നായിട്ട് കളിയാക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി ചൈനയിലെ ഗോൾഡൻ ഡാഗേഴ്സ് ക്ലബ് എന്ന് പറയുന്ന ഫൈറ്റ് ക്ലബിൽ എത്തുവാണ്. അവിടെ വെച്ച് ഒരു മച്ചാൻ അവരൊന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. ബസ്സിലെ ഫൈറ്റ് വൈറലായതുകൊണ്ട് തന്നെ ഷാങ്ചിയെ മച്ചാന് നല്ല പരിചയം ഉണ്ടായിരുന്നു. അവിടെ കുറെ പേര് പൈസയ്ക്ക് ബെറ്റ് വെച്ച് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കുറെ സൂപ്പർ നാച്ചുറൽ പവർ ഉള്ളവരും ആ കൂട്ടത്തിലുണ്ട്. നമ്മളവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വോങ്ങിനെയും അബോമിനേഷനെയും വരെ കാണുന്നുണ്ട്. ഷാങ്ചി അറിയാതെ ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തതുകൊണ്ട് അവനെയും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി കയറ്റുവാണ്. അവിടെ അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു. അവന്റെ അനിയത്തിയായിട്ടുള്ള സു ഷിയാലിംഗ്. വളരെ പണ്ട് ഇവർ ചെറുതായിരുന്നപ്പോ വെറും 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാമെന്ന് പറഞ്ഞു പോയ ഷാങ്ചി പിന്നെ ഷിയാലിങ്ങിനെ കാണാൻ തിരിച്ചു വന്നിട്ടേ ഇല്ല. പിന്നെ അവൾ ഒറ്റയ്ക്കായിരുന്നു. ദേഷ്യം വന്ന ഷിയാലിംഗ് ഷാങ്ചിയെ നിലത്തടിച്ചിട്ടു. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് അച്ഛനായ വെൻവു കൊടുത്തൊരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഷാങ്ചി പിന്നെ തിരിച്ചു പോയില്ല. അവനെ കാത്തിരുന്ന അനിയത്തിയായിട്ടുള്ള ഷിയാലിംഗ് ചേട്ടനെ കാണാതെ വിഷമത്തോടെ ജീവിച്ചു. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് അവളും വീട്ടിൽ നിന്ന് പുറത്തു ചാടി. അങ്ങനെ ചൈനയിലേക്ക് എത്തുന്ന ഷിയാലിംഗ് ഇവിടെ അവളൊരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പൊക്കി. അവളാണ് ഈ ഗോൾഡൻ ഡാഗേഴ്സ് ക്ലബിന്റെ ശരിക്കുള്ള ഓണർ. ഈ സമയത്താണ് വെൻവു ആളുകളും ഇവർ രണ്ടുപേരും പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് വരുന്നത്. ആക്ച്വലി ഇത് വെൻവുവിന്റെ ഒരു പ്ലാൻ ആയിരുന്നു. അനിയത്തി അയച്ചതെന്നുള്ള പേരിൽ ഒരു കത്ത് ഷാങ്ചിക്ക് അയക്കുകയാണെങ്കിൽ, അത് മാത്രമല്ല അതിന്റെ കൂടെ റേസർ ഫിസ്റ്റിനെ കൊണ്ട് ഞങ്ങൾ ഇന്ന് എന്റെ അനിയത്തിയുടെ അടുത്തേക്കാണ് പോകുന്നതെന്ന് പറയുകയാണെങ്കിൽ ഷാങ്ചി തീർച്ചയായിട്ടും അവന്റെ അനിയത്തിയെ തേടി ഈ ലൊക്കേഷനിലേക്ക് വരും. അപ്പൊ ഇവിടെ വെച്ച് അവർ രണ്ടുപേരും പിടിക്കാമെന്നായിരുന്നു വെൻവുവിന്റെ പ്ലാൻ. ഇവരുടെ രണ്ടുപേരുടെയും കഴുത്തി കിടക്കുന്ന ഗ്രീൻ ലോക്കറ്റുള്ള മാല വെൻവുവിന് ആവശ്യമുണ്ട്. അവിടെ വെച്ച് കുറെ ഫൈറ്റ് നടക്കുന്നു. പക്ഷെ അവസാനം ഷാങ്ചിയെ പണ്ട് ട്രെയിൻ ചെയ്തിട്ടുള്ള ഡെത്ത് ഡീലറും ഫൈറ്റിന് വേണ്ടി വരുന്നുണ്ട്. കുറെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഷാങ്ചി അയാളെ തോൽപ്പിക്കുന്നു. അയാളെ കൊല്ലാൻ പോകുമ്പോഴാണ് വെൻവു അങ്ങോട്ട് വന്ന് ഷാങ്ചിയെ തടയുന്നത്. എന്നിട്ട് അവരെല്ലാവരെയും 10 റിംഗ്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. മകനും മകളും തിരിച്ചു വന്നതിൽ വെൻവു ഒരുപാട് സന്തോഷത്തിലാണ്. അച്ഛൻ തന്നെ ഒരിക്കലും ശരിക്കും സ്നേഹിച്ചിട്ടില്ലെന്നും എന്തുകൊണ്ട് തന്നെ മാറ്റി നിർത്തിയെന്നും അച്ഛൻ തനിക്ക് ഒരിക്കലും അധികാരം തരാൻ പോകുന്നില്ലെന്നും ഷിയാലിംഗ് കേറ്റിയോട് പറയുന്നുണ്ട്. ഷാങ്ചിയും അവന്റെ പണ്ടത്തെ ട്രെയിനിങ് കാലഘട്ടത്തിലേക്ക് പോവാണ്. അന്ന് ട്രെയിൻ ചെയ്തൊക്കെ അവന്റെ ഓർമ്മകളിലേക്ക് കടന്നു വരുന്നുണ്ട്. വെൻവുവിന്റെ 10 റിംഗ്സ് ഷാങ്ചിക്ക് കിട്ടണമെങ്കിൽ അവൻ അതിന് അർഹനാണെന്ന് തെളിയിക്കണമെന്ന് അച്ഛൻ പണ്ടവനോട് പറഞ്ഞിരുന്നു. അവരൊക്കെ കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുവാണ്. വെൻവു അയാളെ പറ്റിയും 10 റിംഗ്സിനെ പറ്റിയും ഒക്കെ ഒരുപാട് പറയുന്നു. അതിനേക്കാൾ അധികമായിട്ട് ഷാങ്ചിയുടെ അമ്മയായിട്ടുള്ള ഇംഗ്ലിയെ പറ്റിയും പറയുന്നുണ്ട്. ഇംഗ്ലി ജീവനോടെയുള്ളത്ര കാലം വെൻവു കുടുംബത്തിന് വേണ്ടിയാണ് ജീവിച്ചത്. 10 റിംഗ്സ് അദ്ദേഹം ഊരി വെച്ചു. പക്ഷെ ഇംഗ്ലി മരിച്ചു കഴിഞ്ഞെല്ലാം മാറി മറിഞ്ഞു. ഇപ്പൊ ഇംഗ്ലി അവളുടെ ഗ്രാമമായിട്ടുള്ള ടാലോയിൽ ഏതോ തടവറയിലുണ്ടെന്നാണ് വെൻവു പറയുന്നത്. അയാൾക്ക് ഇംഗ്ലിയുടെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടത്രേ. അവളെ രക്ഷിക്കാൻ പറഞ്ഞ് അവൾ വെൻവുവിന്റെ അടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളെ രക്ഷിക്കാൻ ടാലോയിലേക്ക് പോകണമെങ്കിൽ അതത്ര ഈസി അല്ല. അവിടേക്കുള്ള വഴി കണ്ടെത്തണമെങ്കിൽ ചില പ്രത്യേക രീതികളുണ്ട്. അമ്മ ജീവനോടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഷാങ്ചിക്കോ ഷിയാലിങ്ങിനോ അത് വിശ്വാസം വരുന്നില്ല. പക്ഷെ വെൻവു അവർക്ക് തെളിയിച്ചു തരാമെന്ന് പറയുവാണ്. ഇനി എന്താണ് സംഭവിക്കുക? നമുക്ക് സമയം കളയാതെ കഥയിലേക്ക് കടക്കാം. എന്റെ പേര് അമിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. വെൻവു മക്കളുടെ കൂടെ ആ കെട്ടിടത്തിലുള്ള ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോവാണ്. ഈ കെട്ടിടത്തിൽ തന്നെയുള്ള ഒരു പ്രത്യേക അറ. അവിടെ ചുമരുകളിലായിട്ട് ഒരുപാട് പ്രത്യേക ജീവികളുടെ ഷേപ്പുകൾ കൊത്തിവെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു ഡ്രാഗണിന്റെ തലയും. വെൻവുവിന് മക്കളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന 2 ഗ്രീൻ ലോക്കറ്റുകൾ അയാൾ കൃത്യമായിട്ട് ആ ഡ്രാഗണിന്റെ തലയുടെ കണ്ണുകളിൽ വെക്കുവാണ്. ആ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് ഡ്രാഗണിന്റെ മുഖത്ത് നിന്നും അവിടെ ചുറ്റുമുള്ള പ്രതിമകളിൽ നിന്നൊക്കെ വെള്ളം പുറത്തേക്ക് ചീറ്റി തെറിച്ചു. ഈ വെള്ളം കുറച്ചു നേരം വായുവിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുവാണ്. ഷാങ്ചിയും ഷിയാലിംഗും കേറ്റിയും ഒക്കെ വളരെ അത്ഭുതത്തോടെ ഇതിങ്ങനെ നോക്കി നിന്നു. ഇങ്ങനെയൊന്നും അവര് മുന്നേ കണ്ടിട്ടില്ല. ആ വെള്ളം പെട്ടെന്ന് താഴേക്ക് വീണു. വെള്ളം താഴെ നിലത്തായിട്ട് ഒരു കാട്ടിൽ മരങ്ങൾ നിൽക്കുന്നത് പോലെ നിരന്നിങ്ങനെ നിൽക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ ഉടനെ ഒരു പ്രത്യേക വെളിച്ചം ആ കാടിന് നടുക്കുകൂടെ ഇങ്ങനെ സഞ്ചരിക്കാനും തുടങ്ങി. ആക്ച്വലി എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുള്ളതുപോലെ ഒരു മുളങ്കാട്ടിന്റെ ഉള്ളിലൂടെയാണ് ടാലോയിലേക്ക് പോകാൻ പറ്റുക. പക്ഷേ അറിവില്ലാത്ത ആരെങ്കിലും ചെല്ലുകയാണെങ്കിൽ ആ മുളകളെല്ലാം ചേർന്ന് അവിടേക്ക് വരുന്നവരെ ഞെരിച്ച് കൊന്നുകളയും. പക്ഷെ വർഷത്തിൽ ഒരിക്കൽ മാത്രം ഈ മുളങ്കാട്ടി കൂടെ ടാലോയിലേക്ക് സേഫ് ആയിട്ട് കടക്കാൻ പറ്റും. ടാലോയിൽ ഒരു പ്രത്യേക ആഘോഷം നടക്കുന്ന ദിവസമാണത്. അന്ന് മാത്രമാണ് സേഫ് ആയിട്ട് ഈ മുളങ്കാട്ടി കൂടെ കടക്കാൻ പറ്റൂ. ആ ദിവസം പോവുകയാണെങ്കിൽ അങ്ങോട്ട് വരുന്നവരെ ആ മരങ്ങളെല്ലാം കൂടി ഞെരുക്കി കൊല്ലില്ല. പക്ഷെ അതിനൊരു പ്രത്യേക വഴി കൂടെ പോകണം. ആ വഴി കണ്ടുപിടിക്കാനുള്ള രീതിയാണിത്. ഇവിടെ പണിത് വെച്ചിരിക്കുന്ന ഡ്രാഗണിന്റെ തലയിൽ ഈ ലോക്കറ്റ് കൊണ്ടുവയ്ക്കണം. നിങ്ങൾക്ക് ഓർമ്മയുള്ളതുപോലെ പണ്ട് ഷാങ്ചിക്ക് ഈ ലോക്കറ്റ് കൊടുക്കുമ്പോൾ അമ്മ അവനോട് പ്രത്യേകം പറഞ്ഞിരുന്നു, എന്തെങ്കിലും നിനക്ക് വഴി തെറ്റുന്നത് പോലെ തോന്നുകയാണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരാൻ ഈ ലോക്കറ്റ് സഹായിക്കുമെന്ന്. അന്ന് ഇംഗ്ലി അങ്ങനെ പറഞ്ഞപ്പോൾ ഇതായിരിക്കും ഉദ്ദേശിച്ചത്. പിന്നെ ഈ ഒരു സെറ്റപ്പ്, അതായത് ഇവിടെ കാണുന്ന ഈ അറയും ഈ കൊത്തുപണികളും ഈ പ്രതിമകളും ഡ്രാഗണിന്റെ തലയും ഒക്കെ വെൻവു
വെൻവു എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അത് അയാൾ ടാലോയെ പറ്റി പഠിക്കാറുള്ള പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയ അറിവായിരിക്കാം. അങ്ങനെയായിരിക്കാം ഇത് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇംഗ്ലി മരിക്കുന്നതിന് മുന്ന് അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയ അറിവുകൾ വെച്ചു ആവാം. എന്തായാലും ടാലോയിലേക്ക് പോകാനുള്ള വഴിയുടെ മാപ്പ് കറക്റ്റ് ആയിട്ട് വെൻവുവിന് മനസ്സിലായി. വെൻവുവിനിപ്പോ ഏത് ദിവസമാണ് ടാലോയിൽ ആ ആഘോഷം നടക്കുന്നതെന്നറിയാം. ഏത് സമയത്താണ് സേഫ് ആയിട്ട് ഈ വഴി തുറക്കുന്നതെന്നറിയാം. അങ്ങോട്ട് പോകേണ്ട വഴിയും വെൻവുവിനിപ്പോ മനസ്സിലായി. ഇപ്പൊ എല്ലാം സെറ്റായി. ഇനി അങ്ങോട്ട് പോയാൽ മാത്രം മതി. പക്ഷെ ടാലോയിൽ ചെന്നാൽ അവിടെ തടയാനായിട്ട് ടാലോയുടെ ആളുകൾ നിൽക്കുന്നുണ്ടാവും. അവരെ നേരിടാൻ വെൻവുവിന് ഒറ്റയ്ക്ക് പറ്റിയെന്ന് വരില്ല. കാരണം അവിടെയുള്ള ആളുകൾ വലിയ യോദ്ധാക്കളാണ്. അവർക്ക് സ്വന്തമായിട്ട് ഒരുപാട് മാജിക്കലായിട്ടുള്ള കഴിവുകളുണ്ട്. വെൻവുവിന്റെ കയ്യിൽ ടെൻഡ്രിങ്സ് എന്ന് പറയുന്ന സേനയുണ്ടാവും. പക്ഷെ സ്വന്തം മക്കളും കൂടി അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കണമെന്നാണ് വെൻവുവിന്റെ ആഗ്രഹം. അങ്ങനെ എല്ലാവർക്കും കൂടി പോയി അവിടെ ടാലോയുടെ ആളുകൾ തടവറയിൽ വെച്ചിരിക്കുന്ന അവരുടെ അമ്മയെ, അതായത് തന്റെ ഭാര്യയായിട്ടുള്ള ഇംഗ്ലിയെ മോചിപ്പിക്കണമെന്നാണ് വെൻവുവിന്റെ ആഗ്രഹം. എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ താഴെ വീണ വെള്ളമൊക്കെ അതുപോലെ തന്നെ തിരിച്ച് ആ പ്രതിമകളുടെ ഉള്ളിലേക്ക് കയറി പോവുകയാണ്. ഇപ്പൊ തന്നെ ഇവിടെ നടന്നത് ഒരു മാജിക്കലായിട്ടുള്ള പ്രതിഭാസമാണ്. ടാലോയുമായി ബന്ധപ്പെട്ടതാണല്ലോ ഈ ലോക്കറ്റും ഈ ഡ്രാഗണിന്റെ പ്രതിമകളും ഒക്കെ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്. വെൻവു ടെൻഡ്രിങ്സിന്റെ സേനയോട് ഒരു കാര്യം പറയാൻ തുടങ്ങി. ഇന്നേക്ക് 3-ാം ദിവസം ടാലോയിലേക്ക് കടക്കാനുള്ള വഴികൾ തുറക്കും. നമ്മൾക്ക് സേഫായി ഞാൻ കണ്ടെത്തിയ വഴിയിലൂടെ അങ്ങോട്ട് കടക്കാനും സാധിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ തടവറയിൽ ഇട്ടിരിക്കുന്ന എന്റെ ഭാര്യയെ രക്ഷിക്കണം. അവളെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. നിങ്ങളെല്ലാവരും എന്റെ കൂടെ നിൽക്കണം. എന്നെ സഹായിക്കാൻ നിങ്ങൾ മാത്രമല്ല, എന്റെ മക്കളും എന്റെ ഒപ്പം ഉണ്ടാവും. നിങ്ങളുടെ അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ സഹായിക്കില്ലേ? പക്ഷെ ടാലോയിലെ ആളുകൾ അങ്ങോട്ട് കടക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ടാലോ എന്ന് പറയുന്ന ഗ്രാമമോ അവിടുത്തെ ആളുകളോ ബാക്കിയുണ്ടാവില്ല. എല്ലാം ചുട്ടരിച്ച് കളയും ഞാൻ. അച്ഛൻ എന്താ പറയുന്നത്? ഇതുപോലെ വിശ്വസിക്കാൻ പറ്റാത്ത കഥകൾ കേട്ട് അമ്മയുടെ ഗ്രാമത്തെ ആക്രമിക്കാൻ ഞങ്ങളില്ല. ഇവിടെ നിൽക്കുന്ന ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ അച്ഛൻ പറയുന്നതൊക്കെ സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇദ്ദേഹം പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇതൊക്കെ ഒരു മണ്ടത്തരം മാത്രമാണ്. ഷാങ് ചി അങ്ങനെ പറഞ്ഞപ്പോഴേക്കും വെൻവുവിന് ദേഷ്യം വന്നു. വെൻവു പെട്ടെന്ന് ഷാങ് ചി പിടിച്ച് നേരെ മുന്നിലേക്ക് വലിച്ചെറിയുവാണ്. ഇതുകൊണ്ട് ഷിയാലിങ് വെൻവുവിനെ തടയാൻ വരുന്നുണ്ട്. വെൻവു നിമിഷങ്ങൾക്കുള്ളിൽ അവളെയും പിടിച്ച് ഷാങ് ചിയുടെ അടുത്തേക്ക് എറിയുവാണ്. എന്തൊക്കെ പറഞ്ഞാലും 1000 വർഷങ്ങളുടെ ഫൈറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഇവരുടെ അച്ഛനാണ് വെൻവു. അപ്പൊ ഇതില് അത്ഭുതപ്പെടാനൊന്നുമില്ല. ടെൻഡ്രിങ്സിന്റെ സേന ഷാങ് ചിയെയും ഷിയാലിങ്ങിനെയും വളയുവാണ്. ഷാങ് ചി, ഞാൻ മര്യാദയുടെ ഭാഷയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനിയും എന്നെ ധിക്കരിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പെരുമാറുന്നത്. ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. ആലോചിക്കാൻ സമയം വേണ്ടതുകൊണ്ട് പെട്ടെന്ന് വരെ കൊണ്ട് തടവറയിൽ പൂട്ടിയിട്. അങ്ങനെ പറഞ്ഞ് വെൻവു പോവുകയാണ്. വെൻവു വിചാരിച്ചത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ട് അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ഷാങ് ചിയും ഷിയാലിങ്ങും പെട്ടെന്ന് സമ്മതിക്കുമെന്നാണ്. പക്ഷെ അവരതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. വെൻവു വിഷമത്തോടെ അയാളുടെ റൂമിൽ വന്നിരിക്കുവാണ്. അവിടെ ഇംഗ്ലിയുടെ ഒരു ഫോട്ടോ വെച്ച് അതിനു ചുറ്റും വിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അതായത് വെൻവുവിന് ഇംഗ്ലിയോട് ഇപ്പോഴും അടങ്ങാത്ത സ്നേഹമാണ്. പെട്ടെന്ന് വെൻവുവിന് ഇംഗ്ലിയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. മക്കളങ്ങനെ പെരുമാറിയതിന് അവരോട് ദേഷ്യപ്പെടേണ്ടായിരുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരതിന് സമ്മതിക്കും. നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ രക്ഷിക്കും. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് പണ്ടത്തെ പോലെ ജീവിക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഇംഗ്ലി പറയുന്നത്. ഇത് വെൻവുവിന് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇത് ശരിക്കും ഇംഗ്ലി പറയുന്നതാണോ അതോ വെൻവുവിന്റെ വെറും തോന്നലാണോ അത് നമ്മൾക്ക് അറിയില്ല. എന്തായാലും ഷാങ് ചിയും ഷിയാലിങ്ങും കേറ്റിയും ഇപ്പൊ അവിടുത്തെ തടവറയിലാണ്. തടവറ എന്ന് പറഞ്ഞാൽ ഒരു ജയില് പോലെയല്ല, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ പൂട്ടിയിട്ടിട്ടുണ്ടെന്നുള്ളൂ. എടാ ഷോണെ, ഞാൻ നിന്റെ അച്ഛന് വട്ടാന്ന് വിചാരിച്ചേ. പക്ഷെ പിന്നെ അങ്ങനെ ഡ്രാഗണിനെ വെച്ച് കാണിച്ച മാജിക് ഉണ്ടല്ലോ, ആ വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ പൊങ്ങി നിന്നില്ലേ? ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇതൊക്കെ കാണുമ്പോൾ അങ്ങേര് പറഞ്ഞ ശരിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. നിനക്കത് ശരിയായിരിക്കും തോന്നുന്നുണ്ടോ? കേറ്റി ഞങ്ങളുടെ അമ്മ ചെറുപ്പത്തില് അമ്മയുടെ ഗ്രാമമായിട്ടുള്ള ടാലോയെ പറ്റിയുള്ള കഥകളൊക്കെ പറഞ്ഞു തരാറുണ്ട്. അത് മറ്റൊരു ഡയമെൻഷനാണ്. അങ്ങോട്ട് ഈസി ആയിട്ട് എത്താൻ പറ്റില്ല. ഒരുപാട് മായാജാലങ്ങളും ഒരുപാട് മാജിക്കലായിട്ടുള്ള ജീവികളും ഒക്കെ അവിടെ ഉണ്ട്. ഇങ്ങനെയൊക്കെ എന്റെ അമ്മേനോട് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള മാജിക് ഒന്നും അമ്മ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം ടാലോയിൽ നിന്ന് പുറത്തു വന്നതോടെ അമ്മയുടെ അങ്ങനെയുള്ള ശക്തികൾ പോയി. അച്ഛൻ പറയുന്നത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ അമ്മ മരിച്ചു കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പിന്നെ എങ്ങനെ ശരിയാവും? പക്ഷെ ഷാങ് ചി, ഇനിയൊരു പക്ഷെ അച്ഛൻ പറയുന്നത് ശരിയാണെങ്കിലോ? പക്ഷെ അച്ഛൻ പറയുന്നതനുസരിച്ച് സ്വന്തം ആളുകൾ തന്നെ അമ്മയെ തടവറയിലാക്കിയെന്നാണ്. അതെങ്ങനെ സംഭവിക്കും? നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. ഒരുപാട് മാജിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നതല്ലേ. ഇനിയൊരു പക്ഷെ ഇതും സത്യമാണെങ്കിലോ? എനിക്ക് ആലോചിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. എന്തോ അച്ഛന്റെ കൂടെ നിൽക്കാൻ എനിക്ക് തോന്നുന്നില്ല. അയാൾ ടാലോയെ ചുട്ടിരിച്ച് കളയും. അവിടെയുള്ള ആളുകൾ ഒരു കാരണമില്ലാതെ കൊന്നുകളയും. ഇതൊക്കെ അച്ഛന്റെ തോന്നലാണെങ്കിലോ? അച്ഛന് മുന്നേ നമ്മൾക്ക് ടാലോയിൽ എത്തണം. എന്നിട്ട് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം. അച്ഛനവരെ ഇല്ലാതെയാക്കാൻ വരുന്നുണ്ടെന്ന്. നമ്മൾക്കിനി ആ കൂടി സ്വന്തം എന്ന് പറയാനുള്ളത് അമ്മയുടെ നാട്ടിലുള്ളവർ മാത്രമാണ്. അതൊക്കെ അച്ഛൻ നശിപ്പിക്കും. നമ്മൾക്ക് സ്വന്തം ഇത്രയും നാൾ നമ്മൾക്ക് ആരും ഉണ്ടായില്ലല്ലോ. എന്റെ കൂടെ നീ പോലും ഉണ്ടായില്ലല്ലോ. നമ്മൾക്ക് എന്നും ഒറ്റയ്ക്ക. പെട്ടെന്ന് അവിടുന്ന് ഒരു പ്രത്യേക ശബ്ദം കേൾക്കുകയാണ്. ഈ തടവറയുടെ ഉള്ളിൽ വേറെ ആരോ കൂടി ഉണ്ടെന്ന് അവർക്ക് ഡൗട്ട് തോന്നി. അവർ മുന്നിലേക്ക് നടക്കാൻ തുടങ്ങി. എന്തായിരിക്കും ഈ സാധനം എന്ന് പേടിച്ചിട്ടാണ് അവർ നടക്കുന്നത്. പക്ഷെ അങ്ങോട്ട് ചെന്നപ്പോഴാണെങ്കിൽ ഒരു അടിപൊളി റൂം. ഒരാൾ മുന്നിലുള്ള കണ്ണാടിയിൽ നോക്കിയിരുന്നു എന്തൊക്കെയോ പറയുന്നുണ്ട്. ഏതോ നാടകത്തിലെയോ സിനിമയിലെയോ ഡയലോഗൊക്കെയാണ് പറയുന്നത്. ഒരു ആക്ടർ ആണെന്നാണ് തോന്നുന്നത്. ഞാനും എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് എന്റെ. അവിടേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി കയറി വന്നു. ആ അതിഥിയെ ഒരിക്കലും മടങ്ങി വരാനാവാത്തതുപോലെ ഞാൻ തിരിച്ചയച്ചു. എന്നോട് ക്ഷമിക്കണം സാറാ. നിങ്ങളാരാ? ആരാ ഇത്? ഓ, തടവറയിലേക്ക് പുതിയതായിട്ട് വന്നായിരിക്കും അല്ലേ? വെൽക്കം. ഞാനിവിടെ വന്നിട്ട് കുറച്ച് നാളായി. ഇതേതാ വർഷം? അല്ല, താനാരാ? തന്നെ നിന്നെ പിടിച്ചു വിട്ടിരിക്കുന്നത്? അതൊരു വലിയ കഥയാ. പക്ഷെ എന്നെ അറിയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത്രയും ഫേമസ് ആയ എന്നെ നിങ്ങൾക്ക് അറിയില്ലടാ ജാടത്തെണ്ടികളെ. എന്നാ ഞാൻ തന്നെ പറയാം. ഐ എം ട്രെവർ സ്ലൈറ്ററി, ഒരു ചെറിയ ഓസ്കാർ ലെവൽ ആക്ടറാ. കുറെ വർഷങ്ങൾക്ക് മുന്നേ എന്നോട് കുറെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു അമേരിക്കയിൽ പോയി ഒരു തീവ്രവാദിയായിട്ട് അഭിനയിക്കാൻ പൈസ തരാമെന്നും പറഞ്ഞു. എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമായതുകൊണ്ടും ആ സമയത്ത് ക്യാഷിന് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ സമ്മതിച്ചു. ടെൻഡ്രിങ്സിന്റെ ലീഡറായിട്ട് അഭിനയിക്കാൻ എന്നോട് പറഞ്ഞത്. പക്ഷെ അഭിനയം കാര്യമായി. എന്നെ പോലീസ് പിടിച്ചു. അതിന്റെ ഇടയ്ക്ക് എന്നെ അഭിനയിപ്പിക്കാൻ
ജയിലിലിരിക്കാൻ പറഞ്ഞ ആൾ അയൺമാനും പിടിച്ചു. അയൺമാൻ അയാൾക്കിട്ട് നല്ലത് കൊടുത്തു. ഞാൻ ജയിലിലായി. പക്ഷെ കുറച്ചാൾ കഴിഞ്ഞപ്പോ കോടതിക്ക് മനസ്സിലായി ഞാനൊരു പാവാണെന്ന്. ഞാൻ ഒന്നും അറിയാതെ അഭിനയിച്ചു പോയതാ, അല്ലാതെ ഞാൻ ശരിക്കും തീവ്രവാദിയൊന്നും ആയിരുന്നില്ല. അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ വെൻവുവിന്റെ ആൾക്കാരെ എന്നെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് വെൻവു തന്നെ കൊന്നില്ലേ? ഓ, അപ്പൊ താനാണല്ലേ മാൻഡ്രിൻ എന്ന പേരില് ടെൻ റിങ്സിന്റെ നേതാവാന്ന് പറഞ്ഞ ആൾക്കാരെ പേടിപ്പിച്ചത്. എന്നെ വെൻവു കൊന്നില്ല, കൊല്ലാനെ കൊണ്ടുവന്നേ. പക്ഷെ ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടെന്നറിയോ? ഞാൻ എന്റെ അഭിനയത്തിന്റെ സ്കില്ലുകൾ പുറത്തിറക്കി. ഞാനൊരു ഡയലോഗ് അങ്ങോട്ട് പറഞ്ഞു. താനൊരു ചക്ക തിന്നാൻ ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന്. തമ്പാനൂര് ചെന്ന് ചക്ക ചോദിച്ചപ്പോ ചക്കയെല്ലാം മാവില കായ്ക്കുന്നേന്ന്. ഇത് കേട്ട് വെൻവു ഫ്ലാറ്റായി. പക്ഷെ വെൻവുവിനൊന്നും മനസ്സിലായില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇമോഷണൽ ആയിട്ട് കരഞ്ഞ ഒരു കാര്യം കൂടി ചോദിച്ചു. ആനി മോനെ സ്നേഹിക്കുന്നത് പോലെ വെൻവുവിനെ എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? ഇത് കേട്ട ഉടനെ വെൻവു എന്നെ കൊല്ലണ്ടെന്ന് പറഞ്ഞ് വേഗം കൊണ്ട് പൂട്ടിയിടാൻ പറഞ്ഞു. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വെൻവുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ അഭിനയിപ്പിച്ച് കാണിക്കാറുണ്ട്. സോ ചുരുക്കി പറഞ്ഞാൽ എന്റെ അഭിനയിക്കാനുള്ള കഴിവുകൊണ്ടാണ് ഞാൻ എപ്പോഴും ജീവനോട് ഇരിക്കുന്നത്. ഞാനൊരു നല്ല ആക്ടർ അല്ലേ? നിങ്ങളൊരു ആക്ടർ ആവണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തടയാൻ ആർക്കും പറ്റില്ല. എന്തായാലും ട്രെവർ സ്ലേറ്ററി പറയുന്നത് കേട്ട് ഇവർ മൂന്നുപേരും അന്തം വിട്ട് നിൽക്കുവാണ്. ഒരുപക്ഷെ ശരിക്കും ഭ്രാന്തനാന്ന് വിചാരിച്ചിട്ടായിരിക്കാം വെൻവു ഇയാളെ കൊല്ലാത്തത്, അല്ലെങ്കിൽ ഇയാളുടെ ആക്ടിംഗ് സ്കില്ല് കാരണമായിരിക്കാം. എന്തായാലും നിങ്ങൾക്കും കുറെ ഡൗട്ടുകൾ വരുന്നുണ്ടാവും. വെൻവു ഇന്നലെ ഭക്ഷണം കഴിക്കാതിരുന്ന സമയത്തും ഇതേ കാര്യം പറഞ്ഞിരുന്നു, അമേരിക്കയിലെ തീവ്രവാദികളുടെ കാര്യവും മാൻഡറിന്റെ കാര്യവും ഒക്കെ. അപ്പൊ നമ്മൾക്ക് ഇതൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി ടെൻ റിങ്സ് എന്ന് പറയുന്ന സംഘടനയുടെ ചരിത്രം തുടക്കം മുതലേ ഒന്ന് നോക്കാം. നിങ്ങൾ ഇത് എന്തായാലും കേൾക്കണം. ഇത് കേട്ട് കഴിയുമ്പോഴാണ് നിങ്ങൾ ഞെട്ടിപ്പോവുക. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുൻപ് വെൻവുവിന് ടെൻ റിങ്സ് കിട്ടി. അത് കഴിഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സേനയ്ക്ക് ടെൻ റിങ്സ് എന്ന് പേരുവിട്ടു. അവർ രാജ്യങ്ങൾ കീഴടക്കാൻ തുടങ്ങി. ലോകം മുഴുവൻ അവരുടെ അധികാരം വ്യാപിപ്പിക്കാൻ തുടങ്ങി. ഇതിന്റെ ഇടയ്ക്ക് ലോകത്തിൽ പലയിടങ്ങളായിട്ട് അവർ ടെൻ റിങ്സിന്റെ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി. വെൻവുവിന് എല്ലായിടത്തും നേരിട്ടെത്തി നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വെൻവുവിന് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളെ ആ കേന്ദ്രങ്ങളുടെ നേതാക്കളായിട്ട് തെരഞ്ഞെടുത്തു. ഇതിന്റെ ഇടയ്ക്ക് അവർ ഇന്ത്യയിൽ പോയിട്ട് ടെൻ റിങ്സിന്റെ ഒരു അമ്പലമൊക്കെ പണിയുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾക്ക് വീണ്ടും ഫ്യൂച്ചറിൽ കാണാൻ പറ്റും. അത് ഏകദേശം 1942 നടക്കുന്നത്. പിന്നെ തുടക്കത്തിൽ ടെൻ റിങ്സിന്റെ ആൾക്കാർ ഒരു കെട്ടിടം ബോംബ് വെച്ച് പൊട്ടിക്കുന്നൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അത് ഏകദേശം 2ാം ലോക മഹായുദ്ധത്തിന്റെ കാലത്താണ് നടക്കുന്നത്. ഇനിയാണ് ശരിക്കും കഥ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ടെൻ റിങ്സ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിപ്പിച്ചു. അതിന്റെ കൂട്ടത്തിൽ അവർ അഫ്ഗാനിസ്ഥാനിലേക്കും വരുവാണ്. അഫ്ഗാനിസ്ഥാനിൽ ടെൻ റിങ്സിന്റെ കേന്ദ്രമുണ്ട്. അവിടുത്തെ നേതാവായിട്ട് വെൻവു തെരഞ്ഞെടുത്തത് റാസ അൽ വസാറിനെയാണ്. ഇയാളെ നിങ്ങൾ എവിടെയോ കണ്ടില്ലേ? അയൺമാൻ 1-ൽ നമ്മൾ ഇയാളെ കണ്ടിട്ടുണ്ട്. സോ വെൻവുവിന്റെ ആളായിരുന്നു ഇത്. അഫ്ഗാനിസ്ഥാനിലെ ടെൻ റിങ്സിന്റെ കാര്യങ്ങളൊക്കെ ഈ അൽ വസാറാണ് നോക്കി നടത്താറുള്ളത്. വെൻവുവിന്റെ കയ്യിൽ ടെൻ റിങ്സ് ഉണ്ടെങ്കിലും ആ ടെൻ റിങ്സ് ഉപയോഗിച്ച് വെൻവുവിന് നേരിട്ട് പോയി എല്ലാ സ്ഥലവും കീഴടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ടെൻ റിങ്സിന്റെ കേന്ദ്രങ്ങളിലെ ആളുകൾക്കൊക്കെ ഹൈടെക് ആയിട്ടുള്ള ആയുധങ്ങൾ ആവശ്യമുണ്ട്. ആ സമയത്ത് ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള ആയുധങ്ങൾ കയ്യിലുള്ളത് സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിന്റെ കയ്യിലായിരുന്നു. അതായത് നമ്മളുടെ ടോണി സ്റ്റാർക്കിന്റെ കയ്യിൽ. നിങ്ങൾക്ക് ഒബഡയ സ്റ്റെയിനിന് എന്തായാലും ഓർമ്മയുണ്ടാവല്ലോ. സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിന്റെ ഒരു മാനേജർ പോലെയുള്ള ആളായിരുന്നു അത്. ടോണി സ്റ്റാർക്കിനെ പിന്നിൽ നിന്ന് ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒബഡയ സ്റ്റെയിൻ. ടോണി അറിയാതെ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിന്റെ ആയുധങ്ങൾ അയാൾ അഫ്ഗാനിസ്ഥാനിലുള്ള ടെൻ റിങ്സിന് വിറ്റു. അത് മേടിച്ചത് ഈ പറയുന്ന അൽ വസാറാണ്. ടോണി സ്റ്റാർക്ക് അറിയാതെയാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഈ ആയുധങ്ങൾ വെച്ച് ടെൻ റിങ്സ് അഫ്ഗാനിസ്ഥാനിൽ പല സ്ഥലങ്ങളിലും ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങി. എന്നിട്ട് ഒബഡയ സ്റ്റെയിൻ പറയുന്നതനുസരിച്ച് ജെറിക്കോ മിസൈലിന്റെ ഡെമോ കാണിക്കാൻ പോയി തിരിച്ചു വരുന്ന ടോണി സ്റ്റാർക്കിനെയും സംഘത്തിനെയും ടെൻ റിങ്സ് ആക്രമിക്കുവാണ്. ആ സമയത്താണ് ടോണിയുടെ മുന്നിലേക്ക് സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിന്റെ ഒരു മിസൈൽ വന്ന് വീഴുന്നത്. ഇതൊക്കെ ടെൻ റിങ്സിന്റെ പണിയാണ്. അങ്ങനെ ടോണി സ്റ്റാർക്ക് ടെൻ റിങ്സിന്റെ പിടിയിലായി. അയൺമാൻ 1-ൽ തന്നെ ടെൻ റിങ്സിന്റെ ഈ ചിഹ്നം, അതായത് ഈ 10 വളയങ്ങളുടെ ചിഹ്നം നമ്മൾക്ക് കാണാൻ പറ്റിയിരുന്നു. ഗൈസ്, ഇനി മുന്നോട്ട് പോകുന്നതിന് മുന്നൊരു കാര്യം, ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു. വീട്ടിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു മരം മുറിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെറുതെ മുറിക്കുന്നതല്ല, വീടിന് പ്രശ്നമായി തുടങ്ങിയപ്പോഴാണ് മുറിക്കുന്നത്. പക്ഷെ അത് മുറിക്കുന്ന ആ സൗണ്ട് കാരണം എനിക്ക് റെക്കോർഡിംഗ് നടക്കുന്നില്ല. ഞാൻ മാക്സിമം അതില്ലാത്ത സമയത്ത് റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കാം. എന്നാലും ഞാൻ വേഗത്തിൽ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആ സമയത്ത് അൽബസാർ എന്താ ചെയ്യുന്നതെന്നറിയോ? ടോണി സ്റ്റാർക്കിനെ പിടിച്ചിട്ടുണ്ട്, പക്ഷെ കൊല്ലണമെങ്കിൽ ഇനിയും കുറെ പൈസ വേണമെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഒബഡയ സ്റ്റെയിൻ അയക്കുവാണ്. ഇത് കഴിഞ്ഞ് ടോണിയെ പൂട്ടിയിടുന്ന സ്ഥലത്താണ് അദ്ദേഹം ഇൻസെന്നെ കണ്ടുമുട്ടുന്നത്. പിന്നുണ്ടായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഒരാളും ചിന്തിക്കാത്തതുപോലെ ടോണി സ്റ്റാർക്ക് ആ ഗുഹയുടെ ഉള്ളിൽ വെച്ച് ഒരു സ്യൂട്ട് അങ്ങോട്ട് ഉണ്ടാക്കുവാണ്. MCUവിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ടോണിയുടെ മുന്നിൽ വെച്ച് ആ മിസൈൽ പൊട്ടിത്തെറിച്ചപ്പോ അതിന്റെ കുറെ കൂർത്ത ഭാഗങ്ങൾ അല്ലെങ്കിൽ ഷാർപ്നെൽസ് ടോണിയുടെ നെഞ്ചിൽ തുളച്ച് കയറിയിരുന്നു. അത് ടോണിയുടെ ഹൃദയത്തെ മുറിച്ച് ടോണി മരിക്കുന്നത് തടയാൻ വേണ്ടി ഇൻസെൻ കാറിന്റെ ബാറ്ററിയുടെ ഒക്കെ ഹെൽപ്പോടെ ടോണിയുടെ നെഞ്ചിൽ ഒരു ഡിവൈസ് ഘടിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞാണ് ആദ്യമായിട്ട് ടോണി ഒരു ആർക്ക് റിയാക്ടറിന്റെ ചെറിയ മോഡൽ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഘടിപ്പിച്ചു വെക്കുന്നത്. ഈ ആർക്ക് റിയാക്ടർ ഇല്ലെങ്കിൽ ടോണിക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ കൂർത്ത സാധനങ്ങൾ അല്ലെങ്കിൽ ഷാർപ്നെൽസ് ടോണിയുടെ ഹൃദയത്തെ മുറിച്ച് അദ്ദേഹത്തെ കൊന്നുകളയും. ടോണി സ്റ്റാർക്ക് താൻ ആദ്യമായിട്ടുണ്ടാക്കിയ സ്യൂട്ട് വെച്ച് ടെൻ റിങ്സിന്റെ സ്ഥലമൊക്കെ നശിപ്പിച്ച് അവിടുന്ന് പറന്ന് രക്ഷപ്പെടുന്നുണ്ട്. എന്നിട്ട് ഒരു മരുഭൂമി ചെന്ന് വീഴുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്യൂട്ട് ആകെ പൊളിഞ്ഞു പോയി. ഇത് മരുഭൂമിയിൽ നിന്ന് അൽ വസാർ പോയി കണ്ടെത്തുന്നുണ്ട്. എന്നിട്ട് അത് വീണ്ടും ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കുന്നു. ഈ സ്യൂട്ട് വേണമെങ്കിൽ കൂടുതൽ പൈസ തരണമെന്ന് അൽ വസാർ ഒബഡയ സ്റ്റെയിനോട് പറയുന്നുണ്ട്. സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിന്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് അഫ്ഗാനിസ്ഥാനിലെ ഒരു ഗ്രാമം ടെൻ റിങ്സിന്റെ ആളുകൾ ആക്രമിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ടോണി സ്റ്റാർക്ക് അങ്ങോട്ട് മരണം ആ സ്യൂട്ട് ഇട്ട് ഇറങ്ങി വന്ന് അവരെയൊക്കെ ഇടിച്ച് പഞ്ചറാക്കുന്നുണ്ട്. എന്നിട്ട് അവിടെയുള്ള പാവപ്പെട്ട കുട്ടികളെയും ആളുകളെയും ടോണി രക്ഷിക്കുന്നു. അപ്പൊ ടോണി സ്റ്റാർക്കിന്റെ ഈ പുതിയ ടെക്നോളജി തങ്ങൾക്കൊരു ഭീഷണി ആയേക്കാമെന്ന് ടെൻ റിങ്സിന് മനസ്സിലായി. അതായത് വെൻവുവിന് മനസ്സിലായി കാണും. ഒബഡയ സ്റ്റെയിൻ അൽ വസാറിനെ ചതിച്ച് അയാളെ പാരലൈസ് ചെയ്ത് കിടത്തുന്നു. എന്നിട്ട് ടോണിയുടെ ആദ്യത്തെ
സ്യൂട്ട് മോഷ്ടിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഒബഡയസ്റ്റൈൻ ടോണി സ്റ്റാർക്കിനെയും നെഞ്ചിലെ ആർക്ക് റിയാക്ടർ പുറത്തെടുത്ത് മരണത്തിന്റെ വക്കിലെത്തിക്കുന്നുണ്ട്. എന്നിട്ട് ആ പടത്തിന് ലാസ്റ്റ് ആവുമ്പോഴേക്കും ഒബഡയസ്റ്റൈൻ പടവായി. പക്ഷേ ടെൻ റിങ്സിന്റെ കേന്ദ്രങ്ങളിലേക്ക് നിക് ഫ്യൂറിയുടെയും ഷീൽഡ് ഏജൻസിയുടെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമിയുടെയും ടോണി സ്റ്റാർക്കിന്റെയും തന്നെ കണ്ണ് പതിഞ്ഞു കഴിഞ്ഞിരുന്നു. അത് ടെൻ റിങ്സിന് ഒരു വലിയ ഭീഷണിയായിട്ട് തോന്നി. ഇല്ലീഗലായിട്ട് സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിന്റെ ആയുധങ്ങൾ ടെൻ റിങ്സിന് കിട്ടുന്നത് ടോണി തടയാൻ ശ്രമിക്കുന്നുണ്ട്. ഇതും ടെൻ റിങ്സിന് ഒരു വലിയ തിരിച്ചടിയായി മാറി. കാരണം സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിന്റെ ഏറ്റവും മികച്ച ആയുധങ്ങൾ കിട്ടുന്നതാണ് അവർക്കില്ലാതെയായി പോയത്. ഇനി പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അയൺമാൻ 2 വരുമ്പോൾ അതിലെ പ്രധാന വില്ലൻ ഐവാൻ വാങ്കോ ആണ്. അയാളോടും അയാളുടെ അച്ഛനോടും ടോണി സ്റ്റാർക്കിന്റെ അച്ഛനായിട്ടുള്ള ഹോവാർഡ് സ്റ്റാർക്ക് അനീതി കാണിച്ചെന്നാണ് അയാൾ പറയുന്നത്. ആക്ച്വലി സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിന്റെ ടെക്നോളജി മോശം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ നോക്കിയതിനും രാജ്യത്തെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ചുവെന്ന പേരിലൊക്കെയാണ് ഐവാൻ വാങ്കോയുടെ അച്ഛൻ നാട് കടത്തപ്പെടുന്നത്. അതോടെ അയാളും ഐവാൻ വാങ്കോയും വളരെ കഷ്ടപ്പാടിലായി. ടോണി സ്റ്റാർക്കിനെ കൊല്ലണമെന്നും സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ് ഇല്ലാതെയാക്കണമെന്നുമാണ് ഐവാൻ വാങ്കോയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. ഈ അവസരം മുതലെടുത്ത് ടെൻ റിങ്സിലെ ഒരാൾ ഐവാൻ വാങ്കോയെ വന്ന് മീറ്റ് ചെയ്ത് ടോണി സ്റ്റാർക്കിനോട് പ്രതികാരം ചോദിക്കാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നു. എന്നിട്ട് ഐവാൻ വാങ്കോയെ ടോണി സ്റ്റാർക്കിന്റെ കാർ റേസ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്താനും സഹായിക്കുന്നുണ്ട്. സോ ടോണി സ്റ്റാർക്കിനെ കൊല്ലാൻ ടെൻ റിങ്സ് പിന്നിലൂടെ പല കളികളും നടത്തിയിരുന്നു. ഇതിന്റെ ഒക്കെ ഇടയ്ക്ക് തന്നെ നമ്മളുടെ നതാഷ റോമനോഫും ഷീൽഡിലെ മറ്റ് ഏജന്റുമാരും ഒക്കെ ടെൻ റിങ്സിന്റെ പല കേന്ദ്രങ്ങളും നശിപ്പിക്കുന്നുണ്ടായിരുന്നു. നിക് ഫ്യൂറിയുടെ മേൽനോട്ടത്തിലായിരുന്നു ഷീൽഡ് ഏജൻസി. അതിന്റെ കീഴിലാണ് മാരിയ ഹില്ലും ഫീൽ കോൾസിനും ഒക്കെ വർക്ക് ചെയ്തിരുന്നത്. ഇവരും പലപ്പോഴായിട്ട് ടെൻ റിങ്സിന്റെ കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് ടോണി സ്റ്റാർക്ക് ഷീൽഡിൽ ചേർന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ ജെയിംസ് റോഡ്സിന് വാർ മെഷീൻ സ്യൂട്ട് കിട്ടി. ഈ സ്യൂട്ട് മോഷ്ടിക്കാനും ഇതിന്റെ ടെക്നോളജി മനസ്സിലാക്കാനും ടെൻ റിങ്സ് ശ്രമിച്ചിരുന്നു. പക്ഷെ അവർക്ക് സാധിച്ചില്ല. അങ്ങനെ സമയം കടന്നുപോയി. ഇനിയാണ് മെയിൻ കാര്യം. അയൺമാൻ 3 വരുമ്പോൾ അതിലെ പ്രധാന വില്ലൻ ആൽഡ്രിച്ച് കിലിയൻ ആയിരുന്നു. അയാൾ ഒരു കാര്യം കണ്ടുപിടിച്ചു, ദി എക്സ്ട്രീമിസ്റ്റ് സെറം. അയാൾ അത് സ്വയം ഉപയോഗിച്ചു. അയാളുടെ സെൽസ് ഒക്കെ പെട്ടെന്ന് തന്നെ റീജനറേറ്റ് ആവാൻ തുടങ്ങി. ചില പവറുകളും കിട്ടി. പക്ഷെ ഭൂരിഭാഗം ആളുകളിലും ഈ എക്സ്ട്രീമിസ്റ്റ് സെറം കുത്തിവെക്കുമ്പോൾ അവർ അൺസ്റ്റേബിൾ ആയി പൊട്ടിത്തെറിക്കാറാണ് ചെയ്യാറ്. ഇങ്ങനെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി അന്വേഷണം വരികയാണെങ്കിൽ അത് ആൽഡ്രിച്ച് കിലിയന്റെ മേലേക്ക് വരും. ആൽഡ്രിച്ച് കിലിയൻ ചെയ്ത എക്സ്ട്രീമിസ്റ്റ് സെറം എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ പൊട്ടിത്തെറി നടക്കുന്നതെന്ന് അറിഞ്ഞാൽ അയാൾ ജയിലിലാവും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നത് ഒരു തീവ്രവാദി സംഘടനയാണെന്ന് വരുത്തി തീർക്കണമെന്ന് കിലിയന് തോന്നി. അങ്ങനെ ആൽഡ്രിച്ച് കിലിയൻ ഉണ്ടാക്കുന്ന ഒരു കഥയാണ് ഈ പൊട്ടിത്തെറികൾക്ക് കാരണം ടെൻ റിങ്സ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയാണെന്നുള്ളത്. ആക്ച്വലി ഇതിൽ ടെൻ റിങ്സിന് യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ കാര്യം ആളുകളെ വിശ്വസിപ്പിക്കണമല്ലോ. അതുകൊണ്ട് ഗവൺമെന്റിനെ കാണിക്കാൻ വേണ്ടി ടെൻ റിങ്സ് ആണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ള പല വീഡിയോകളും ആൽഡ്രിച്ച് കിലിയൻ ഇറക്കിക്കുന്നുണ്ട്. അതിൽ ടെൻ റിങ്സിന്റെ നേതാവായിട്ട് അഭിനയിക്കാൻ വേണ്ടി ആൽഡ്രിച്ച് കിലിയൻ തെരഞ്ഞെടുത്ത ഒരാൾ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു നടൻ മാത്രമാണ് നമ്മൾ നേരത്തെ കണ്ട ട്രെവർ സ്ലാറ്ററി. അയാൾ ആ റോൾ വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തു. ഗവൺമെന്റ് അടക്കം ആ പൊട്ടിത്തെറികൾക്ക് കാരണം ടെൻ റിങ്സ് ആണെന്ന് വിശ്വസിച്ചു. ടെൻ റിങ്സിന്റെ തലപ്പത്തിരിക്കുന്ന ആളായിട്ട് അഭിനയിച്ച ട്രെവർ സ്ലാറ്ററി സ്വയം ഒരു പേരും പറയുന്നുണ്ട്, മാൻഡ്രിൻ. ലോകത്തുള്ള എല്ലാവരും വിചാരിച്ചു ടെൻ റിങ്സിന്റെ തലപ്പത്തിരിക്കുന്നത് മാൻഡ്രിൻ ആണെന്ന്, അതായത് ഈ കാണുന്ന ട്രെവർ സ്ലാറ്ററി ആണെന്ന്. ഇതൊക്കെ വെറും അഭിനയം മാത്രമായിരുന്നു. വെൻവുവിനോ ശരിക്കുള്ള ടെൻ റിങ്സിനോ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഇതിനെപ്പറ്റിയാണ് വെൻവു ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ മക്കളോടും കേറ്റിയോടും പറയുന്നത്. എന്തായാലും ടെൻ റിങ്സിന്റെ പേര് ഇങ്ങനെ ഉപയോഗിക്കപ്പെട്ടെങ്കിലും ആളുകൾ ടെൻ റിങ്സിനെ ഭയക്കാൻ തുടങ്ങിയത് വെൻവുവിന് ഇഷ്ടപ്പെട്ടു. പക്ഷെ തലപ്പത്തിരിക്കുന്ന താനായിട്ടുള്ള വെൻവുവിന്റെ ഇത്രയും നല്ലൊരു പേര് മാറ്റി മാൻഡ്രിൻ എന്ന് പറഞ്ഞൊരു പേരിൽ ഒരു ആക്ടറിനെ കൊണ്ടുവന്നത് വെൻവുവിന് ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും അയൺമാൻ 3 അവസാനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ടോണി സ്റ്റാർക്ക് സ്യൂട്ട് പോലും ഇല്ലാതെ മാസായിട്ട് ഇവരുടെ കേന്ദ്രത്തിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അപ്പൊ ടോണി സ്റ്റാർക്കിന് മനസ്സിലായി ഈ ട്രെവർ സ്ലാറ്ററി ശരിക്കും ഒരു ആക്ടറാണെന്നും പാവാണെന്നും. അവിടെയൊക്കെ ഈ ടെൻ റിങ്സിന്റെ സിംബൽ വരച്ചു വെച്ചിരിക്കുന്ന നമുക്ക് കാണാം. അത് കഴിഞ്ഞ് ടോണി സ്റ്റാർക്ക് ആൽഡ്രിച്ച് കിലിയനെ തോൽപ്പിക്കുന്നുണ്ട്. തന്റെ നെഞ്ചിന്റെ ഉള്ളിലേക്ക് വെച്ചിരിക്കുന്ന ആർക്ക് റിയാക്ടർ എടുത്ത് മാറ്റാനായിട്ട്, അല്ലെങ്കിൽ ആ ഷാർപ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഓപ്പറേഷന്റെ സമയത്ത് പ്രശ്നമൊന്നും പറ്റാതിരിക്കാൻ ടോണി സ്റ്റാർക്കും ചെറിയ രീതിയിൽ എക്സ്ട്രീമിസ്റ്റ് സെറം ഉപയോഗിക്കുന്നുണ്ട്. ടോണി സ്റ്റാർക്ക് അതിനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഒരു ഫോർമുല കണ്ടുപിടിച്ചെന്നും അതിൽ പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് MCUവിൽ എക്സ്ട്രീമിസ്റ്റ് സെറം അങ്ങനെ കാണിച്ചിട്ടില്ല. പക്ഷെ ഷാങ്ചിയിൽ ശരീരത്തിൽ എക്സ്ട്രീമിസ്റ്റ് സെറം ഉള്ള ഒരുത്തൻ ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇവിടം കൊണ്ട് ടെൻ റിങ്സിന്റെ കളി തീർന്നു എന്ന് വിചാരിക്കേണ്ട. ലോകത്തിലെ മികച്ച ടെക്നോളജികളിലൊക്കെ ടെൻ റിങ്സിന്റെ കണ്ണുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ആൻഡ്മാൻ എന്ന് പറയുന്ന സിനിമയിൽ അതിലെ വില്ലനായിട്ടുള്ള ഡാരൻ ക്രോസ് അയാളുടെ പുതിയ സ്യൂട്ടായിട്ടുള്ള യെല്ലോ ജാക്കറ്റ് സ്യൂട്ട് പ്രദർശിപ്പിക്കുന്നുണ്ട്. പിം ടെക്നോളജീസിന്റെ കെട്ടിടത്തിൽ വെച്ചായിരുന്നു ഇത് നടക്കുന്നത്. അപ്പോൾ ഈ പിം പാർട്ടിക്കിൾസിനെ പറ്റിയും ഈ ടെക്നോളജിയെ പറ്റിയും ഒക്കെ നോക്കാൻ വേണ്ടി ടെൻ റിങ്സിന്റെ സിംബൽ കയ്യിൽ വരച്ച ടെൻ റിങ്സിന്റെ ഒരു ഏജന്റ് ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇനി ട്രെവർ സ്ലൈറ്ററിലേക്ക് വരാം. ട്രെവറിന് പിന്നെ എന്ത് സംഭവിച്ചു? തീർച്ചയായിട്ടും ആളുകളെയും ഗവൺമെന്റിനെയും അറിയാതെയാണെങ്കിലും പെറ്റിച്ചതുകൊണ്ട് അയാൾ ജയിലിലായി. പക്ഷെ കോടതിക്ക് മനസ്സിലായി അയാൾ ഒരു പാവാണെന്ന്. അതുകൊണ്ട് കോടതി അയാളെ വെറുതെ വിട്ടു. പക്ഷെ വെൻവുവിന് ഇതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ടെൻ റിങ്സിന്റെ നേതാവാണെന്ന് പറഞ്ഞ് ട്രെവറിന് ഇട്ടുകൊടുത്ത മാൻഡ്രിൻ എന്ന് പറയുന്ന പേരും. അതുകൊണ്ട് വെൻവു തന്റെ ടെൻ റിങ്സിലെ ഒരാളെ വിട്ട് ട്രെവറിനെ കിഡ്നാപ്പ് ചെയ്യുവാണ്. എന്നിട്ട് നേരെ ടെൻ റിങ്സിന്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നു. ഈ ട്രെവറിനെ കിഡ്നാപ്പ് ചെയ്യുന്ന ഒരു ചെറിയ ഷോർട്ട് ഫിലിം പോലെയുള്ള സംഭവം ഇറങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്തായാലും ഇപ്പൊ പറയുന്നില്ല, മറ്റൊരു സീരീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പറയാം. വെൻവു സത്യത്തിൽ ട്രെവറിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ട്രെവർ സ്ലാറ്ററിയുടെ ആക്ടിംഗ് സ്കിൽസും സംസാരവും ഒക്കെ കണ്ട് വെൻവു അയാളെ കൊല്ലണ്ടാന്ന് തീരുമാനിക്കുന്നു. എന്തായാലും പാവം ട്രെവർ അതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല.
അയാളെ ആൽഡ്രിച്ച് കിളിയന്റെ ആളുകൾ ഇതൊരു സിനിമയ്ക്കാണെന്ന് വേണ്ടിയൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അഭിനയിപ്പിച്ചതാണ്. സോ വെൻവു അയാളെ കൊല്ലാതെ വിടുന്നു. ഇപ്പൊ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെയുള്ള ഈ തടവറയിലാണ് ട്രെവർ താമസിക്കുന്നത്. ഇടയ്ക്കൊക്കെ വെന്നുവിന് ട്രെവർ ഒരു എന്റർടൈൻമെന്റ് ആവാറുമുണ്ട്. അപ്പൊ ഈ പറയുന്ന ട്രെവറിന്റെ അടുത്തേക്കാണ് ഷാങ് ചി ടീമും വന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് കൂടിപ്പോയെന്നറിയില്ല, പക്ഷെ നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയല്ലോ. അപ്പോ താൻ അവരുടെ ജോക്കർ എന്നാണോ പറഞ്ഞു വരുന്നത്? നോ അങ്ങനെ പറയരുത്, ഞാനൊരു ആക്ടറാണ്. വേണമെങ്കിൽ ഞാൻ എന്റെ സ്കില്ല് കാണിച്ചു തരാം. കത്തി താഴെടാ. എടാ നിന്റെ അച്ഛനാടാ പറയുന്നേ, കത്തി താഴെടാ. കിരീടത്തിലെ ഡയലോഗ് എങ്ങനെയുണ്ട്? ഓക്കെ ട്രെവർ, താനൊരു ബെസ്റ്റ് ആക്ടർ തന്നെ. നമുക്കിപ്പോ എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെടണം. അതിനെന്താ വഴിയായോ? അതെന്താ? ഓ ഇവനാണോ? ഇതാണ് മോറിസ്. ഞങ്ങൾ ഫ്രണ്ട്സാ. ഈ പാവത്തിന് കണ്ണുമൂക്കൊന്നും ഇല്ല, വായുവില്ല. ഇവനൊരു അത്ഭുത ജീവിയാ. ഞാൻ വിചാരിച്ചു ഇവൻ എന്റെ ഒരു തോന്നല് മാത്രമാണ്. അപ്പൊ നിങ്ങൾക്കും ഇവനെ കാണാൻ പറ്റുന്നുണ്ടല്ലേ? അപ്പൊ എനിക്ക് വട്ടില്ല, രക്ഷപ്പെട്ടു. പിന്നെ നിങ്ങള് ഇവന് കണ്ണുമൂക്കും വായുന്നില്ലാത്ത കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയരുത്. അത് കേട്ടാ പാവം മോറിസിന് വിഷമാവും. വെയിറ്റ്, മോറിസിനോട് എന്തോന്ന് പറയുന്നുണ്ട്. അവന് നിങ്ങളൊക്കെ അറിയാന്നാണല്ലോ പറയുന്നത്. അല്ല ട്രെവർ, മോറിസ് എങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നത്? എങ്ങനെ സംസാരിക്കുന്നതെന്നോ? ഞങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയല്ലേ? ഞാനിവിടെ ഒറ്റയ്ക്കായിരുന്നപ്പോ എനിക്ക് ആ കൂടിയുള്ള കൂട്ട് മോറിസാ. അവൻ കൈയും കാലും ഒക്കെ അനക്കും, ചിറകനക്കും. ആദ്യമൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ തുടങ്ങി. ഓ വെയിറ്റ്, മോറിസ് എന്തോ പറയുന്നുണ്ട്. മോറിസിനെ എങ്ങനെയും നിങ്ങൾ അറിയാന്ന് നിങ്ങൾക്കറിയോ? മോറിസ് ടാലോയിലെ ജനിച്ചതും വളർന്നതും അതും ആരുടെ കൂടെയെന്നറിയോ? നിന്റെ അമ്മയുടെ കൂടെ. അതായത് ഷാങ് ചിയുടെ അമ്മ ഇംഗ്ലിയുടെ കൂടെയാണ് മോറിസ് വളർന്നതെന്നാ പറയുന്നത്. ടാലോയിലേക്ക് കടക്കാൻ വെൻവു ശ്രമിക്കുമായിരുന്നു. അങ്ങനെ വെൻവു ടാലോയുടെ പുറത്തുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് അവിടുന്നാണ് മോറിസിനെ വെൻവുവിന് കിട്ടിയത്. മോറിസിന് ഇപ്പൊ വീട്ടിലേക്ക് പോകണമെന്നാ പറയുന്നത്. ഐ എം സോറി മോറിസ്, ടാലോയിലേക്ക് പോകാനുള്ള വഴി അറിയായിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ എപ്പോഴേ പോയേനെ. എന്റെ അച്ഛൻ പറഞ്ഞത് അങ്ങോട്ടുള്ള വഴി വർഷത്തിൽ ഒരിക്കലും തുറക്കുന്ന, അതൊരു പ്രത്യേക ദിവസം പ്രത്യേക സമയത്ത്. അങ്ങോട്ട് പോകാനായിട്ട് ഒരു മാപ്പും ആവശ്യമുണ്ട്. ഇതൊക്കെ അച്ഛനിപ്പോ അറിയാം, പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഓ അത് കുഴപ്പമില്ലെന്നാണല്ലോ മോറിസ് പറയുന്നത്. മോറിസിന് ടാലോയിലേക്ക് പോകാൻ സേഫ് ആയിട്ടുള്ള വഴി അറിയാന്നാ പറയുന്നത്. എന്നാ വിട്ടാലോ? ഓ വെയിറ്റ്, പക്ഷെ ഇത് കുറച്ച് അപകടം പിടിച്ച പണിയാണെന്നും മോറിസ് പറയുന്നുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവൻ വരെ പോകുന്നു. ഇന്നേ വരെ മോറിസ് ഇപ്പൊ പറയുന്ന വഴി കൂടെ ആരും ജീവനോടെ ടാലോയിലേക്ക് കേറിയിട്ടില്ലെന്ന്. പക്ഷെ നമ്മളെ സേഫ് ആയിട്ട് ടാലോയിലേക്ക് കൊണ്ടുപോകാൻ മോറിസിന് പറ്റുമെന്ന് 90% ഉറപ്പുണ്ട്. അപ്പൊ ബാക്കി 10%? സോറി ഗൈസ്, മോറിസ് പറഞ്ഞത് അങ്ങനെയായിരുന്നില്ല. മോറിസിന് 10% ഉറപ്പേ ഉള്ളൂ. ബാക്കി 90% നമ്മൾ ചാവാന ചാൻസ്. എന്ത് ചെയ്യുന്ന ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഷിയാലിംഗ് അവിടെയൊക്കെ പോയി സെർച്ച് ചെയ്ത് ഒരു രഹസ്യമായിട്ടുള്ള ടണൽ കണ്ടുപിടിക്കുന്നത്. ഇത് ഷിയാലിംഗ് എങ്ങനെ കണ്ടുപിടിച്ചെന്ന് അവർക്കൊക്കെ അത്ഭുതമായി. ആക്ച്വലി പണ്ട് ഷിയാലിംഗ് ഇവിടുന്ന് രക്ഷപ്പെട്ടത് ഇതേപോലെയുള്ള ഒരു ടണലിൽ കൂടെയാണ്. സോ ഇവിടെ എവിടെയെങ്കിലും ഒരു ടണൽ ഉണ്ടായിരിക്കാമെന്ന് അവൾക്ക് തോന്നി. ഈ ടണൽ നേരെ പോകുന്നത് ഇവിടുത്തെ കാറൊക്കെ വെച്ചിരിക്കുന്ന ഗാരേജിലേക്കാണ്. ഇതൊക്കെ ഇവിടെ ജീവിച്ച ആളായതുകൊണ്ടാണ് ഷിയാലിംഗിന് അറിയാൻ പറ്റുന്നത്. അങ്ങനെ അവർ അവിടേക്ക് പോയി ഒരു അടിപൊളി കാറിന്റെ കീ എടുത്ത് കേറ്റിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. കേറ്റിയുടെ ഡ്രൈവിംഗ് എത്ര അടിപൊളിയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്തായാലും കേറ്റി ഓടിക്കാൻ പോകുന്നത് ഒരു അടിപൊളി കാർ തന്നെയാണ്. അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. വഴി ഷിയാലിംഗ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇവരിങ്ങോട്ട് വന്ന് ഈ കാർ എടുക്കുമ്പോൾ തന്നെ വെൻവുവിന് ആൾക്കാർക്കും സിഗ്നൽ കിട്ടും. പിന്നെ അവർക്ക് രക്ഷപ്പെടാനായിട്ട് 30 സെക്കൻഡ് മാത്രമേ ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ കാർ ഓടിച്ച് ഇവിടുത്തെ ഗേറ്റ് കടന്നിരിക്കണം. എന്തായാലും ഷാങ് ചി മുന്നിൽ കയറാൻ പോയപ്പോഴേക്കും അവിടെ ഓൾറെഡി ട്രെവറും മോറിസും കയറിയിരിക്കുന്നുണ്ട്. കാറിന്റെ പിന്നിലിരുന്ന അവർക്ക് വ്യൂ കിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും കാർ എടുത്തപ്പോ തന്നെ റേസർ ഫിസ്റ്റ് ആളുകളും അത് CCTV കൂടെ കണ്ടുപിടിച്ചു. കേറ്റി പിന്നെ സമയം കളഞ്ഞില്ല. അവൾ ആ കാർ എടുത്ത് ഒരൊറ്റ പോക്ക് അങ്ങോട്ട് പോയി. മുന്നിൽ ചെന്നപ്പോ അവിടെ ടെൻഡക്സിന്റെ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. കേറ്റി വണ്ടി നേരെ റിവേഴ്സ് എടുത്തു. ഇപ്പൊ ടെൻഡക്സിന്റെ ആൾക്കാർ ഇവരെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. കേറ്റിക്ക് ഡ്രൈവിംഗ് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്നത്. അവൾ നേരെ വണ്ടി സ്ട്രെയിറ്റ് ആക്കി വീണ്ടും കുതിച്ചു പാഞ്ഞു. ഇപ്പൊ വേറൊരു വഴി കൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടേക്ക് ബൈക്കിൽ വരുന്ന ടെൻഡക്സിന്റെ ആളുകൾ അവരെ ആക്രമിക്കാൻ തുടങ്ങി. അവർ ചില്ലൊക്കെ തല്ലി പൊട്ടിച്ചു. എന്നാലും കാറിന്റെ ഉള്ളിലിരിക്കുന്നത് കൊണ്ട് ഇവർക്കൊന്നും പറ്റുന്നില്ല. പക്ഷെ അപ്പോഴാണ് ഷിയാലിംഗ് പറയുന്നത് ടെൻഡക്സിന്റെ ഒരാളുടെ ഫിംഗർ പ്രിന്റ് ഉണ്ടെങ്കിലാണ് ഇവർക്ക് ഈ ഗേറ്റ് കടക്കാൻ പറ്റൂ. ഷാങ് ചി പിന്നെ ഒന്നും നോക്കില്ല. ഇവരെ ആക്രമിക്കാൻ വേണ്ടി ബൈക്കിൽ വന്നുകൊണ്ടിരുന്ന ടെൻഡക്സിന്റെ ഒരാളെ പിടിച്ച് ഷാങ് ചി ഉള്ളിലേക്ക് കയറ്റി. അയാളാണെങ്കിൽ അടങ്ങിയിരിക്കുന്നില്ല. ഇപ്പൊ ആ ഗേറ്റ് എത്താറായി. എത്രയും പെട്ടെന്ന് ഫിംഗർ പ്രിന്റ് കാറിൽ സ്ക്രീനിൽ വെക്കണം. ഷാങ് ചിയും ഷിയാലിംഗ് കൂടി ഒരു വിധത്തിൽ അയാളുടെ കൈ പിടിച്ച് ആ സ്ക്രീനിൽ വെക്കുവാണ്. ഫിംഗർ പ്രിന്റ് ലോക്ക് ഓപ്പൺ ആയതോടെ ഗേറ്റ് തുറന്നു. അങ്ങനെ അവർ നേരെ പുറത്തേക്ക് കടന്നു. ടെൻഡക്സിന്റെ ആളുടെ ആവശ്യം കഴിഞ്ഞുകൊണ്ട് അയാളെ നേരെ പുറത്തേക്ക് ഇട്ടു. അങ്ങനെ ഒരു വിധത്തിൽ അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. ഇതൊക്കെ വെൻവു ഇരുന്ന് CCTV കൂടെ കാണുന്നുണ്ട്. പക്ഷെ രക്ഷപ്പെടാൻ അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ പോയിക്കോട്ടെ എന്നായിരിക്കും വെൻവു വിചാരിക്കുന്നത്. അമ്മയെ തിരിച്ചു കൊണ്ടുവരുമ്പോഴെങ്കിലും അവർ താനായിരുന്നു ശരിയെന്ന് മനസ്സിലാക്കി തിരിച്ചു വരുമെന്നാണ് വെൻവു പറയുന്നത്. എന്തായാലും ടാലോയിലേക്ക് പോകാൻ വെൻവു റെഡിയായി കഴിഞ്ഞു. സേഫ് ആയിട്ടുള്ള പാത തുറക്കുന്ന ആ ദിവസം വളരെ അടുത്തെത്തി കഴിഞ്ഞു. ഇപ്പൊ ഷാങ് ചിയും ടീമും കാറും കൊണ്ട് ടാലോയിലേക്ക് കടക്കാനുള്ള ആ മുളങ്കാടിന്റെ പുറത്ത് വന്ന് നിൽക്കുവാണ്. മോറിസ് പറയുന്ന വഴി കൂടെയാണ് അവർ പോകാൻ പോകുന്നത്. ട്രെവർ പറയാൻ തുടങ്ങി, നിങ്ങൾക്കറിയോ എനിക്ക് വളരെ ചെറുപ്പം തൊട്ടേ ഒരു ആക്ടർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പണ്ട് ഞാനും അമ്മയും കൂടി ഒരു സിനിമ കാണാൻ പോയി. കിങ് കോങ് എന്ന് പറയുന്ന സിനിമയായിരുന്നു. അതിൽ വലിയൊരു കുരങ്ങൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമായി. ഞാൻ അമ്മയോട് ചോദിച്ചു എങ്ങനെ ഇത്രയും വലിയ കുരങ്ങൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അമ്മ എന്നോട് പറഞ്ഞു ഇതൊന്നും ശരിക്കുള്ളതല്ല മോനെ, ഇതൊക്കെ ഒരു അഭിനയമാണ്. അന്ന് ഞാൻ ആലോചിച്ചു ഇത്രയും വലിയൊരു കുരങ്ങനെ കൊണ്ടുവന്ന് ആ കുരങ്ങനെ കൊണ്ട് ഇങ്ങനെയൊക്കെ അഭിനയിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞാനൊക്കെ അഭിനയിച്ച ഏത് ലെവലായിരിക്കും. അങ്ങനെ അഭിനയം ഞാനൊരു പാഷനാക്കി മാറ്റി. അപ്പോ നിങ്ങൾ വിചാരിക്കുന്നത് കിങ് കോങ്ങിൽ കാണിക്കുന്നത് ഒറിജിനലാണെന്നാണോ? പിന്നല്ലാതെ എജ്ജാതി അഭിനയമാണ് ആ കുരങ്ങൻ. ഇന്നുവരെ നേരി കാണാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലും കാണാൻ പറ്റുമായിരിക്കും. താൻ സൂപ്പറാടോ, തനിക്കൊരു ഓസ്കാർ കിട്ടിയേ പറ്റൂ. എന്നാൽ അഭിനയിച്ച
അഭിനയിച്ച് അവസാനം താൻ ടെററിസ്റ്റായി അഭിനയിച്ച് ഗവൺമെന്റിനെ തന്നെ പേടിപ്പിച്ചില്ലേ? അതൊക്കെ നിൽക്കട്ടെ, ടാലോയിലേക്ക് കിടക്കാൻ നമ്മൾ ഇനി എത്ര നേരം കാത്തിരിക്കണം? മോറിസ് പറയുന്നത് എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ടെന്നാണ്. അതേസമയം മോറിസ് മറ്റൊരു കാര്യം കൂടി പറയുന്നു. ഇപ്പൊ തന്നെ പോണെന്നാണ് മോറിസ് പറയുന്നത്. വണ്ടി എടുക്ക്, സമയമില്ല. പെട്ടെന്ന് അവരുടെ മുന്നിൽ ആ മുളങ്കാട് തുറന്നു വരുന്നതായിട്ട് അവർക്ക് കാണാൻ പറ്റി. മരങ്ങൾ രണ്ട് സൈഡിലേക്കായി മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. സേഫ് ആയിട്ടുള്ള പാത തുറക്കുന്ന സമയമാണിത്. നമ്മളുടെ വെൻവു വരാനിരിക്കുന്ന പാതയല്ല, മോറിസിന് അറിയുന്ന വഴി. വെൻവു വരുന്നത് സേഫ് ആയിട്ടുള്ള സമയത്താ. പക്ഷെ ഇവര് പോകാൻ പോകുന്നത് അത്ര സേഫ് അല്ല. വഴി ഒന്ന് തെറ്റിയാൽ അല്ലെങ്കിൽ സമയം ഒന്ന് പിഴച്ചാൽ മരങ്ങൾ കൂട്ടത്തോടെ വന്ന് ഇവരെ ഞെരുക്കി കൊന്നുകളയും. എന്തായാലും മോറിസ് പറയുന്ന വഴി കൂടെ കേറ്റി പെട്ടെന്ന് വണ്ടി ഓടിക്കുവാണ്. ഇവിടെ അവളുടെ ഡ്രൈവിംഗ് സ്കിൽസ് ഭയങ്കര ആവശ്യമായിട്ട് വരുന്നുണ്ട്. മോറിസ് എപ്പോ റൈറ്റ് എടുക്കാനോ ലെഫ്റ്റ് എടുക്കാനോ പറഞ്ഞാലും കേറ്റി അപ്പൊ തന്നെ അത് എടുത്തേ പറ്റൂ. സാധാരണ പോലെ തന്നെ കാട് അവരെ ആക്രമിച്ച് കൊല്ലാൻ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ കേറ്റി കാറ് വളച്ചും തിരിച്ചും മുന്നോട്ടെടുത്തുമൊക്കെ ആ കാട്ടിൽ നിന്ന് പുറത്ത് കടക്കുവാണ്. അവസാനമായപ്പോ അവർ മരിക്കുമെന്ന് പോലും തോന്നിപ്പോയി. പക്ഷെ ജസ്റ്റിന് അവർ രക്ഷപ്പെട്ടു. അവർ നേരെ ചെന്ന് നിൽക്കുന്നത് ഒരു വെള്ളച്ചാട്ടത്തിന് മുന്നിലാണ്. എന്തായാലും മോറിസിനും ആളുകൾക്കും ഭയങ്കര സന്തോഷമായി. ഇപ്പൊ ആ വെള്ളച്ചാട്ടത്തിൽ കൂടെയാണ് പോകേണ്ടതെന്ന് മോറിസ് പറയുന്നു. ആദ്യം അവർക്ക് പേടി തോന്നിയെങ്കിലും എന്തായാലും ഇവിടെ വരെ എത്തിയില്ലേ, ഇനി പിന്നിലോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അവർ കാർ മുന്നോട്ട് തന്നെ എടുക്കുകയാണ്. വെള്ളച്ചാട്ടത്തിലേക്ക് കയറിയതും അവരേതോ ഒരു പോർട്ടലിൽ കൂടെ കയറി പോകുന്നത് പോലെ അവർക്ക് തോന്നാൻ തുടങ്ങി. വെൻവു ഡ്രാഗൺ പ്രതിമയ്ക്ക് കണ്ണുവെച്ച് കൊടുത്തപ്പോൾ സംഭവിച്ചതുപോലെ അവരുടെ ചുറ്റും വെള്ളം ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഏതോ ഒരു വെള്ളം കൊണ്ടുള്ള പോർട്ടൽ തുറന്ന് അവരൊരു ഗുഹയിൽ കൂടെ പുറത്തേക്ക് കടക്കുവാണ്. അപ്പൊ വെള്ളത്തിന് ഇവിടെ ഭയങ്കര പ്രാധാന്യമുണ്ട്. നേരത്തെ വെൻവു ആ റൂമിൽ വെച്ച് വഴി കാണിക്കാൻ നോക്കിയപ്പോഴായാലും ശരി, ഇപ്പോഴായാലും ശരി, മൊത്തത്തിലൊരു വള്ളംകളി. അങ്ങനെ അവർ ആ ഗുഹ കടന്ന് ചെല്ലുന്നത് ഇത്രയും നേരം കാത്തിരുന്ന ടാലോയിലേക്കാണ്. ആ മാന്ത്രിക ഗ്രാമം അവരെ ഞെട്ടിച്ചു കളഞ്ഞു. ചെറുകിന് തീ പിടിച്ച പോലെയുള്ള പക്ഷികൾ അവിടെ പറക്കുന്നുണ്ട്. പ്രത്യേകതരം വാലുള്ള വെള്ള കുറുക്കന്മാർ. അവിടെ മോറിസിന്റെ കൂട്ടുകാരുണ്ട്. മോറിസിന് ഭയങ്കര സന്തോഷമായി. മനുഷ്യന്റെ പോലെ മുഖമൊക്കെയുള്ള ഒരു കുതിരയും അവരുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇത് കുതിരയൊന്നുമല്ല, എന്തോ ഒരു പ്രത്യേകതരം ജീവിയാണ്. ചോറ് വേണമെന്ന് ചോദിച്ച് വിളിച്ചു വരുത്തി കൊടുക്കാത്ത പോലെയാണ് അതിന്റെ മുഖം ഇരിക്കുന്നത്. ഇതെന്താണ് ഈ കുതിര എന്നെ ഇങ്ങനെ നോക്കണേ? അങ്ങനെ കാർ വീണ്ടും മുന്നോട്ട് പോയി. ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണെന്നാണ് മോറിസ് പറയുന്നത്. അങ്ങനെ കാർ നേരെ ചെല്ലുന്നത് ആ ഗ്രാമത്തിലെ മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടെ ഒരു ഗടാഗടീനായിട്ടുള്ള സിംഹമൊക്കെ കിടക്കുന്നുണ്ട്. ഒരു നോർമൽ സിംഹം പോലെയല്ല, അതിനേക്കാൾ വളരെ വളരെ വലിപ്പമുള്ളത്. ഇതൊക്കെയാണ് ടാലോയിലെ മാന്ത്രിക ജീവികൾ. അവിടെ ഒരു കൂട്ടം മനുഷ്യർ ഇവരെ തടയാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇതാണ് ടാലോയിൽ ജീവിക്കുന്ന ആളുകൾ. അവിടുത്തെ ഒരു അപ്പൂപ്പനാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഹായ്, എന്റെ പേര് ഷാങ്ചി. ഇതെന്റെ അനിയത്തിയാണ് ഷിയാലിംഗ്. ഞങ്ങൾ യിങ്ലിയുടെ മക്കളാ. ഇതെന്റെ കൂട്ടുകാരി കേറ്റി എന്ന പേര്. മതി നിന്റെ പ്രസംഗം, വന്ന വഴിക്ക് തിരിച്ചു പോകാൻ നോക്ക്. അയ്യോ, ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല, നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരാൻ വേണ്ടി വന്നതാ. അങ്ങനെ പറഞ്ഞ് ഷാങ്ചി മുന്നോട്ട് നടക്കുമ്പോഴേക്കും ടാലോയിലെ ആളുകൾ അവരെ തടയാൻ വേണ്ടി തയ്യാറായി നിൽക്കുവാണ്. പിന്നെ നിൽക്കുന്ന കൊമ്പും പല്ലുള്ള സിംഹത്തിന്റെ മുഖം കണ്ടാൽ തന്നെ പേടിയാവും. ഈ അപ്പൂപ്പന്റെ പേര് ഗ്വാങ് ബോ എന്നാണ്. അയാളെ തടഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ മുന്നോട്ട് വരുന്നു. ഇവരവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്ത്രീ ആയിരിക്കണം. അവർ പറഞ്ഞ ഉടനെ എല്ലാവരും ആയുധം താഴ്ത്തുവാണ്. ആ സ്ത്രീ മറ്റാരും ആയിരുന്നില്ല, അത് ഷാങ്ചിയുടെ അമ്മയായിട്ടുള്ള യിങ്ലിയുടെ ചേച്ചിയായിരുന്നു. അവരുടെ പേര് യിങ് നാൻ എന്നാണ്. ഞാൻ പറയാൻ തുടങ്ങി. ഞാനാണ് നാൻ. ഞാൻ നിങ്ങളുടെ അമ്മയുടെ സഹോദരിയാണ്. ഒരുപാട് കാലമായി നിങ്ങളെ കാണണമെന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷെ നിങ്ങളായിട്ട് വന്നത് ഇപ്പോഴാണ്. നിങ്ങൾക്ക് ടാലോയിലേക്ക് സ്വാഗതം. ഷാങ്ചി, നിനക്ക് നിന്റെ അമ്മയുടെ അതേ മുഖച്ഛായയാണ്. അത് കഴിഞ്ഞ് ഞാൻ കേറ്റിയെയും കെട്ടിപ്പിടിച്ച് സ്വാഗതം ചെയ്യുന്നു. അപ്പോഴാണ് മോറിസ് കാറിന്റെ ഡോർ തുറന്ന് അങ്ങോട്ട് ഓടി വരുന്നത്. ഇവരുടെയൊക്കെ ഒരു പെറ്റ് പോലെയായിരുന്നു നമ്മുടെ മോറിസ്. ഈ സമയത്ത് ട്രെവറും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഹേയ്, എന്നെ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ പരിചയം ഉണ്ടാവില്ല. വേണമെങ്കിൽ ഞാൻ എന്റെ ചില സിനിമകൾ കാണിച്ചു തരാം. ഞാൻ വലിയ ആളൊന്നുമല്ല, ചെറിയൊരു ഓസ്കാർ ആക്ടർ. ആന്റി, ഞാൻ അങ്ങോട്ട് വന്ന ഒരു കാര്യം പറയാനാ. ഞങ്ങളുടെ അച്ഛൻ വെൻവു ഇങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛൻ ചില വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അമ്മ ജീവനോട് ഉണ്ടായിരുന്നപ്പോ അച്ഛൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷെ അമ്മയുടെ മരണശേഷം അച്ഛനെ 10 റിങ്സ് കയ്യിൽ നിന്ന് ഊരി വെച്ചിട്ടുമില്ല. ഇപ്പൊ അച്ഛൻ പറയുന്നത് ഞങ്ങളുടെ അമ്മയെ ടാലോയിലെ ആളുകൾ, അതായത് ഈ ഗ്രാമത്തിലെ ആളുകൾ പൂട്ടി വെച്ചിരിക്കുവാന്നാണ്. ഈ കാര്യം അമ്മ തന്നെ അച്ഛന്റെ മനസ്സിലൂടെ പറയുന്നു എന്നാണ് അച്ഛൻ പറയുന്നത്. അമ്മ പറയുന്ന കാര്യങ്ങൾ അച്ഛന് കേൾക്കാൻ പറ്റുന്നുണ്ടെന്നാണ് അച്ഛൻ പറയുന്നത്. ഇവിടെയുള്ള ഏതൊരു തടവറയില് അമ്മയെ നിങ്ങൾ പൂട്ടിയിട്ടിരിക്കുവാണെന്നും ആ തടവറ നശിപ്പിച്ച് അമ്മയെ പുറത്തിറക്കണമെന്ന് അമ്മ പറയുന്നുണ്ടെന്നുമാണ് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ അച്ഛനെ തടയാൻ ശ്രമിച്ചാൽ ഈ ഗ്രാമം കത്തിച്ച് ചാമ്പലാക്കുമെന്ന് അച്ഛൻ പറഞ്ഞു. ഇത് കേൾക്കുന്ന ഞാൻ അവരെ കൂടെ കൊണ്ടുപോയി കുറച്ച് പഴയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. മക്കളെ, നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ അറിയാത്ത ചില അപകടങ്ങളുണ്ട്. നിങ്ങളുടെ അച്ഛൻ സംശയിക്കുന്നത് പോലെ നിങ്ങളുടെ അമ്മ ജീവനോടെയോടിയില്ല. അവൾ പണ്ട് തന്നെ മരിച്ചിരിക്കുന്നു. വളരെ പണ്ട് ടാലോ എന്ന് പറയുന്നത് ഈ ചെറിയൊരു ഗ്രാമമായിരുന്നില്ല. ഇത് കൂടാതെ ഒരുപാട് സ്ഥലം ടാലോയ്ക്ക് ഉണ്ടായിരുന്നു. ടാലോയിലുണ്ടായിരുന്ന ചില നഗരങ്ങൾ ടാലോയ്ക്ക് പുറത്തെ ഭൂമിയിലുള്ള ഏതൊരു നഗരത്തെക്കാളും പവിത്രമായിരുന്നു. ഇവിടെയുള്ള ജനങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വളരെ ശാന്തിയോടെയും സമാധാനത്തോടെയാണ് ജീവിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രത്യേക കവാടം തുറന്ന് കുറെ രാക്ഷസന്മാർ ഇങ്ങോട്ട് വരുന്നത്. ഇരുട്ടിന്റെ രാക്ഷസൻ. ഞങ്ങൾ അവനെ വിളിക്കുന്നത് ഡ്വെല്ലർ ഇൻ ഡാർക്ക്നെസ് എന്നാണ്. ഡ്വെല്ലർ ഏതോ ഒരു പോർട്ടലിൽ കൂടെ വന്ന് ഞങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി. അവനൊരു സൈന്യവും ഉണ്ടായിരുന്നു. ചില പിശാചുക്കൾ. അവരുടെ മുന്നിൽ വരുന്ന ഏതൊരാളുടെയും ഏതൊരു ജീവിയുടെയും ആത്മാവിനെ ഭക്ഷിക്കാനുള്ള കഴിവ് ആ പിശാചുക്കൾക്കുണ്ടായിരുന്നു. ആ പിശാചുക്കൾ ഓരോ ആത്മാക്കളെടുത്ത് ഡ്വെല്ലർ എന്ന മഹാരാക്ഷസന് കൊണ്ട് കൊടുക്കുമ്പോൾ അവന്റെ ശക്തി കൂടി വന്നു. അങ്ങനെ ഡ്വെല്ലറും അവന്റെ കൂടെയുള്ള പിശാചുക്കളും കൂടി ഞങ്ങളുടെ ഒരുപാട് നഗരങ്ങൾ നശിപ്പിച്ചു. ഞങ്ങൾ എതിർക്കാൻ ശ്രമിച്ചു. അതിന്റെ ഇടയ്ക്ക് ഡ്വെല്ലർ ടാലോയ്ക്ക് പുറത്തുള്ള നിങ്ങളുടെ ലോകത്തേക്കും വരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ടാലോയിലെ ഒരു പോർട്ടലിൽ കൂടെ അത് നിങ്ങളുടെ ലോകത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ അവനെ തടയാൻ ശ്രമിച്ചു. ടാലോയിലെ ശക്തരായ നേതാക്കളെല്ലാം അവനെതിരെ യുദ്ധം ചെയ്തു. പക്ഷേ ആ രാക്ഷസനെ തടയാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ആയുധങ്ങൾ അത്രയ്ക്ക് ശക്തമായിരുന്നില്ല. ആ സമയത്താണ് ദ ഗ്രേറ്റ് പ്രൊട്ടക്ടർ എന്ന് പറയുന്ന ഒരു ഡ്രാഗൺ ഞങ്ങളുടെ രക്ഷയ്ക്കായി
വരുന്നത്. ഞങ്ങളുടെ ഒപ്പം യുദ്ധത്തിൽ ചേർന്ന് ഞങ്ങളുടെ രക്ഷകനായ ഡ്രാഗൺ ഡ്വെല്ലറിനെയും പടയെയും ആ പിശാചുക്കളെയും തോൽപ്പിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവിടെ പൂട്ടിക്കിടക്കുന്ന ഒരു ഗേറ്റ് ഉണ്ട്, ദ ഡാർക്ക് ഗേറ്റ്. അതിന്റെ ഉള്ളിൽ ആ ഡ്വെല്ലറിനെയും അവന്റെ പിശാചുക്കളെയും ഞങ്ങൾ അടച്ചു വെച്ചിരിക്കുകയാണ്. ദ ഗ്രേറ്റ് പ്രൊട്ടക്ടർ എന്ന് പറയുന്ന ഞങ്ങൾ ദൈവത്തെ പോലെ കാണുന്ന ആ ഡ്രാഗണാണ് ഞങ്ങൾ അതിന് സഹായിച്ചത്. അല്ലെങ്കിൽ ഞങ്ങൾ ബാക്കിയുണ്ടാവുമായിരുന്നില്ല. ഒരുപക്ഷെ ഡ്വെല്ലർ നിങ്ങളുടെ ലോകത്തേക്കും കടന്ന് അവിടെയുള്ള എല്ലാവരുടെയും ആത്മാക്കളെ ഭക്ഷിക്കുമായിരുന്നു. ആ ഗ്രേറ്റ് പ്രൊട്ടക്ടർ നൽകിയ മാന്ത്രിക ശക്തി ടാലോയിലുള്ള എല്ലാവർക്കും ഉണ്ട്. ഞങ്ങളുടെ ആളുകൾ ഇന്നും ആയിരക്കണക്കിന് വർഷങ്ങളായി ആ ഡാർക്ക് ഗേറ്റിന് കാവൽ നിൽക്കുകയാണ്. അത് പൊട്ടിച്ച് ഡ്വെല്ലർ പുറത്തു വരാതിരിക്കാൻ, പുറത്തു വരികയാണെങ്കിൽ തന്നെ അവനെ ആക്രമിക്കാൻ, കീഴ്പ്പെടുത്താൻ ദ ഗ്രേറ്റ് പ്രൊട്ടക്ടർ എന്ന് പറയുന്ന ഡ്രാഗൺ, അതായത് ഞങ്ങളുടെ ദൈവം, ഞങ്ങൾക്ക് അവന്റെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ തന്നു. ഡ്രാഗണിന്റെ ചെതുമ്പലുകൾ, ഡ്രാഗൺ സ്കെയിൽസ്. അതുപയോഗിച്ച് ഞങ്ങൾ ഒരുപാട് ആയുധങ്ങൾ നിർമ്മിച്ചു. ഇത് വളരെ ശക്തിയുള്ള ആയുധങ്ങളാണ്. ഇത് ഭൂമിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഡ്വെല്ലറിനെയും പിശാചുക്കളെയും ഈ ആയുധങ്ങൾ വെച്ച് മുറിവേൽപ്പിക്കാൻ സാധിക്കൂ. അത് മാത്രമല്ല, നിങ്ങളുടെ അച്ഛനിപ്പ് വരുന്നത് ഈ ഡാർക്ക് ഗേറ്റ് തുറക്കാനാണ്. ഇതാണ് നിങ്ങളുടെ അമ്മയെ അടച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയുന്ന ആ തടവറ. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഡാർക്ക് ഗേറ്റിന്റെ അപ്പുറത്തുള്ള ഡ്വെല്ലർ ആളുകളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഡ്വെല്ലറിന്റെ ഒരുപാട് കഴിവുകളിൽ ഒന്നാണ് ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുന്നത്. ഈ ഡാർക്ക് ഗേറ്റ് തുറക്കാൻ കഴിവുണ്ടെന്ന് ഡ്വെല്ലറിന് തോന്നുന്ന ആളുകളെ, അതായത് അത്രയും ശക്തരായ ആളുകളെ അവൻ വശീകരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. ആ ശക്തരായ ആളുകളുടെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം സാധിക്കാമെന്ന പേരിലായിരിക്കും അവരെ ഡ്വെല്ലർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരുപാട് പേര് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഡാർക്ക് ഗേറ്റ് തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ ടാലോയിലെ ആളുകൾ തോൽപ്പിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അച്ഛനെയും ആ ഡ്വെല്ലറാണ് മൈൻഡ് കൺട്രോൾ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കുന്നത്. നിങ്ങളുടെ അമ്മയുടെ ശബ്ദത്തിൽ ഡ്വെല്ലർ നിങ്ങളുടെ അച്ഛനോട് സംസാരിക്കുകയാണ്. അമ്മയെ ഞങ്ങൾ പൂട്ടിവെച്ചിരിക്കുകയാണെന്നൊക്കെ വെറുതെ പറയുന്നതാണ്. നിങ്ങളുടെ അച്ഛൻ അമ്മയെ തേടി ഇങ്ങോട്ട് വരുമെന്നും ആ 10 റിങ്സിന്റെ ശക്തി ഉപയോഗിച്ച് ഡാർക്ക് ഗേറ്റ് തുറക്കാൻ ശ്രമിക്കുമെന്നും അങ്ങനെ ചെയ്താൽ ഡ്വെല്ലറിന് പുറത്തിറങ്ങി രക്ഷപ്പെടാൻ പറ്റുമെന്നും ഡ്വെല്ലറിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ അച്ഛനായിട്ടുള്ള വെൻവുവിന് ഇപ്പോഴും അറിയില്ല. അപ്പൊ ആന്റി പറയുന്നത് ഈ ഡ്വെല്ലർ എന്ന് പറയുന്ന രാക്ഷസനാണോ എന്റെ അമ്മയുടെ ശബ്ദത്തിൽ അച്ഛനോട് സംസാരിക്കുന്നത്? അതെ ഷാങ്ചി, അതാണ് സത്യാവസ്ഥ. പക്ഷെ ഈ കാര്യം ഒരിക്കലും ഡ്വെല്ലർ അവനെ തുറന്നുവിടാൻ തെരഞ്ഞെടുക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. കാരണം വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ ശബ്ദത്തിലായിരിക്കും ഡ്വെല്ലർ അവരോട് സംസാരിക്കുന്നത്. നിന്റെ അച്ഛനോട് അദ്ദേഹത്തിന്റെ ഭാര്യയായ ഇംഗ്ലിയുടെ ശബ്ദത്തിൽ സംസാരിക്കുന്നത് പോലെ അദ്ദേഹം അത് വിശ്വസിച്ചിട്ടുണ്ടാവും. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ കേട്ട് ഷാങ്ചിയും ഷിയാലിങ്ങും ഒക്കെ അന്തം വിട്ടു നിൽക്കുകയാണ്. ഇതൊക്കെ ഇവർ ഇപ്പോഴാണ് അറിയുന്നത്. ഈ സമയത്ത് അവിടേക്ക് വന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് കുറെ അമ്പുകൾ നിലത്തോട്ട് വീഴുവാണ്. അത് പെറുക്കിയെടുക്കാൻ കേറ്റി സഹായിക്കുന്നുണ്ട്. കേറ്റി അവരുടെ കൂടെ പോകുന്നു. അവിടെ വലിയ സിംഹങ്ങളുടെ അടുത്ത് മോറിസ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചുപേര് ടാലോയിലെ പ്രത്യേകമായിട്ടുള്ള ആയോധന വിദ്യയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ അമ്പൊക്കെ കൊണ്ടുപോകുന്നതിന്റെ ഇടയ്ക്ക് കേറ്റി കൂടെ വന്ന സ്ത്രീയോട് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ടാലോയി ചെയ്യുന്നത്, അത് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്ത് രസമല്ലേ? എനിക്കും അങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമില്ല. ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യുക, ഇഷ്ടമുള്ള അത്ര കാലം ചെയ്യുക. നല്ല രസമല്ലേ? അങ്ങനെ കേറ്റിയും ആ സ്ത്രീയും കൂടി അവിടുത്തെ ആസ്ഥാന ട്രെയിനറായിട്ടുള്ള ഗ്വാങ് ബോയ് എന്ന് പറയുന്ന കലിപ്പൻ അപ്പൂപ്പന്റെ അടുത്തേക്ക് വരുവാണ്. ആ സ്ത്രീ ഗ്വാങ് ബോയോട് കേറ്റിയെയും കൂടി അമ്പും വില്ലും ഇടാൻ പഠിപ്പിക്കാൻ പറയുവാണ്. കേറ്റി അതൊട്ടും പ്രതീക്ഷിച്ചില്ല. മോളെ, ജീവിതത്തിൽ എപ്പോഴും എന്തെങ്കിലും ഒരു ലക്ഷ്യം വേണം. എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. മോൾ ഇതൊന്ന് പഠിക്കാൻ ശ്രമിക്കും, തീർച്ചയായിട്ടും സാധിക്കും. എന്തായാലും കേറ്റി അമ്പും വില്ലും പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. നമ്മുടെ ഞാൻ ഷാങ്ചിയും പെങ്ങളെയും കൊണ്ട് വേറെ റൂമിലേക്ക് പോവാണ്. ടാലോയിലെ മരിച്ച ആളുകളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ചിത്രങ്ങൾ സൂക്ഷിക്കുന്ന വിളക്കുകൾ വെക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അവിടെ അവരുടെ അമ്മയായിട്ടുള്ള ഈങ്ലിയുടെ ചിത്രവും വെച്ചിട്ടുണ്ട്. ടാലോയിലെ ആളുകൾ ഇപ്പോഴും ഈങ്ലിയെ സ്നേഹിക്കുന്നുണ്ട്. ഒരു ദിവസം ഷാങ്ചിയും ഷിയാലിങ്ങും എങ്ങനെയെങ്കിലും ടാലോയിൽ എത്തുമെന്ന് ഈങ്ലിക്ക് അറിയാമായിരുന്നു. അങ്ങനെ മക്കൾ വരികയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഈങ്ലി യിങ്നാനിനോട് പറഞ്ഞേൽപ്പിച്ചിരുന്നു. അതെന്താന്ന് നോക്കുന്നതിന് മുന്നേ വേറൊരു കാര്യം, ഹോളിവുഡിൽ മലയാളത്തിൽ ചില ആക്ടേഴ്സ് അഭിനയിക്കാറുണ്ട്. അങ്ങനെ ഈ സിനിമയിലും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ അഭിനയിച്ചിരിക്കുന്നു, നമ്മളുടെ സ്വന്തം ജയറാമേട്ടൻ. പണ്ട് തോർ റാഗ്നറോക്കിലും നമ്മളുടെ പ്രിയപ്പെട്ട ഇന്നസെന്റ് അഭിനയിച്ചിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. അന്ന് ഇന്നസെന്റ്, ഇപ്പൊ ജയറാം. അടുത്തത് ഇനി ആരാണോ? ഈങ്ലി തന്റെ മക്കൾക്ക് വേണ്ടി കാത്തുവെച്ചത് 2 പ്രത്യേകതരം സ്യൂട്ടായിരുന്നു. ഇതിലും ആ ഡ്രാഗണിന്റെ ശക്തിയുണ്ട്. ഷാങ്ചിയും ഷിയാലിങ്ങിനും ഭയങ്കര സന്തോഷമായി. അതായത് അവരോട് വരുമെന്ന് അമ്മ നേരത്തെ മനസ്സിൽ കണ്ടിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. മക്കളെ, അമ്മ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തുമാത്രം വേദനയുണ്ടാവുമെന്ന് എനിക്കറിയാം. നമ്മൾക്ക് ആരുമില്ലെന്ന് തോന്നും. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഈ കുടുംബത്തിലെ കുട്ടികളാണ് നിങ്ങളും. നിങ്ങളുടെ വരവിൽ ഈ ടാലോയിലുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് എനിക്കും, സന്തോഷം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഞങ്ങളുടെ സ്വന്തം ആളുകളാണ്, ഒരിക്കലും ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ പറഞ്ഞ് ഞാൻ പോവാണ്. ഷാങ്ചിയും ഷിയാലിങ്ങും ഒരിക്കൽ കൂടി ഈങ്ലിയുടെ ഫോട്ടോയിലേക്ക് നോക്കി. ടാലോയിലെ വസ്ത്രമൊക്കെ ഇട്ട് ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് വന്ന് എന്തോ ചിന്തിച്ചിരിക്കുവാണ്. ഈങ്നാൻ അങ്ങോട്ട് വരുന്നു. മോളെന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? ഇത് ടാലോയാണ്, അല്ലാതെ നിന്റെ അച്ഛന്റെ വീടല്ല. അവിടെയുള്ളതുപോലെ നിയമങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെയാണ് ട്രെയിൻ ചെയ്യുന്നത്. ഇവിടെ എല്ലാവരും തുല്യരാണ്. ഇനി നീ ഇങ്ങനെ ഒളിച്ചിരിക്കേണ്ട സമയമല്ല. നിനക്കും പോരാടാൻ പറ്റണം. ഇത് നിനക്ക് വേണ്ടി കരുതി വെച്ച ആയുധമാണ്. ശരിക്കും നീ ആരാണെന്ന് തിരിച്ചറിയൂ. നീ ഒരു പോരാളിയാണ്. അങ്ങനെ പറഞ്ഞൊരു ആയുധം കൊടുത്ത് ഈങ്നാൻ അവിടുന്ന് പോവാണ്. അത് കിട്ടിയ ഉടനെ തന്നെ ഷിയാലിങ്ങിന് ഒരു പ്രത്യേക എനർജി അങ്ങോട്ട് വരുവാണ്. അവൾ ആ ആയുധം വെച്ച് അപ്പൊ തന്നെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി.
തുടങ്ങി. ഈ സമയത്ത് കേറ്റി ആണെങ്കിൽ കുറെ നേരമായിട്ട് അമ്പും വില്ലും ഇട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ അവസാനം ഒരു അമ്പ് ചെന്ന് കറക്റ്റ് സ്ഥലത്ത് കൊണ്ടു. കേറ്റിക്ക് ഭയങ്കര സന്തോഷമായി. കലിപ്പനപ്പൂവൻ അപ്പോഴും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. വേറൊരു സ്ഥലത്ത് യിങ്നാൻ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് ഈ ട്രെയിൻ ചെയ്യലും തീറ്റി ഉറക്കും മാത്രമേ ഉള്ളൂ. ആക്ച്വലി എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ ഇവർക്കൊരു ലക്ഷ്യമുണ്ട്. എന്തെങ്കിലും ഡ്വെല്ലർ പുറത്തിറങ്ങുകയാണെങ്കിൽ അവരെ തടയാനായിട്ട് ഇവർക്ക് ഇങ്ങനെ ട്രെയിൻ ചെയ്തേ പറ്റൂ. യിങ്നാന്റെ അടുത്തേക്ക് ഷാങ്ചി വരുന്നു. ആന്റി, എന്റെ അച്ഛനെ തോൽപ്പിക്കാൻ എന്റെ അമ്മയ്ക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അമ്മ അതെങ്ങനെയാ ചെയ്തതെന്ന് എനിക്കറിയില്ല. അതെന്നെ പഠിപ്പിക്കുമോ? എന്തായാലും ഷാങ്ചി പഠിക്കാൻ വേണ്ടി വന്നതുകൊണ്ട് യിങ്നാന് സന്തോഷമായി. വേറെ സൈഡിലാണെങ്കിൽ ഷിയാലിങ്ങും കേറ്റിയും അവരുടേതായ രീതിയിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഷാങ്ചിയും യിങ്നാനും കൂടി ഒരു ചെറിയ ഫൈറ്റ് തുടങ്ങി. ഷാങ്ചിയുടെ ഫൈറ്റിങ്ങിലെ പല തെറ്റുകളും യിങ്നാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എത്ര ഈസി ആയിട്ടാണ് അവർ ഷാങ്ചിയെ തടയുന്നതെന്ന് ഷാങ്ചി പോലും അത്ഭുതത്തോടെയാണ് നോക്കി കാണുന്നത്. ഷാങ്ചി എത്ര ശ്രമിച്ചിട്ടും യിങ്നാനെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കാലാകാലങ്ങളായിട്ടുള്ള ട്രെയിനിങ്ങിന്റെ ഫലമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പൊ ഷാങ്ചിക്കും ഒരു ആവേശം അങ്ങോട്ട് വരുവാണ്. തനിക്കും ഇത് പഠിച്ചേ പറ്റൂ. പക്ഷെ ദേഷ്യം കൊണ്ട് കാര്യമില്ലെന്ന് യിങ്നാൻ ഷാങ്ചിക്ക് കാണിച്ചു കൊടുക്കുന്നു. അവർ നേരെ വന്ന് ഓരോ മൂവും എങ്ങനെ ചെയ്യണം, കൈ എങ്ങനെ പിടിക്കണം, എങ്ങോട്ട് നോക്കണം, എപ്പോ അറ്റാക്ക് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷാങ്ചിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഷാങ്ചിയുടെ അമ്മയും ഇങ്ങനെ തന്നെയാണ് ട്രെയിൻ ചെയ്തതെന്ന് അവർ ഷാങ്ചിയോട് പറയുന്നു. നമ്മൾ സ്വയം മനസ്സിലാക്കുന്നത് വരെ, സ്വയം വിശ്വസിക്കുന്നത് വരെ നമുക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഷാങ്ചി കുറച്ചുകൂടി ബെറ്ററായി. ഇപ്പൊ യിങ്നാന്റെ ചില അറ്റാക്കൊക്കെ തടയാൻ ഷാങ്ചിക്കും പറ്റുന്നുണ്ട്. അപ്പോഴാണ് യിങ്നാൻ അവർക്ക് പ്രത്യേകമായിട്ടുള്ള മറ്റൊരു ശക്തി പുറത്തെടുത്ത് കാണിക്കുന്നത്. പണ്ട് വെൻവുവിന്റെ കൂടെ യിങ്ലി ഫൈറ്റ് ചെയ്തപ്പോൾ അവൾ ചുറ്റുമുള്ള കാറ്റിനെ കൺട്രോൾ ചെയ്ത് അതുപയോഗിച്ച് അറ്റാക്ക് ചെയ്തിരുന്നു. ഇങ്ങനെ ചെയ്യാനുള്ള കഴിവ് നാനിനും ഉണ്ട്. ഷാങ്ചി വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ഈ കഴിവ് ഉപയോഗിച്ച് യിങ്നാൻ ഷാങ്ചിയെ നിലത്തടിക്കുവാണ്. ഇങ്ങനെ കാറ്റ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നൊന്നും ഷാങ്ചി വിചാരിച്ചില്ല. അവനിത് കണ്ട് ഞെട്ടുന്നുണ്ട്. എന്നാൽ യിങ്നാൻ പതുക്കെ വന്ന് ഷാങ്ചിയോട് പറയാൻ തുടങ്ങി, മോനെ, നീ എന്റെ മുന്നിൽ തോൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ഇവിടെ ട്രെയിൻ ചെയ്യുന്നത്. ഞാനും നിന്റെ അമ്മയും മറ്റെല്ലാവരും. ആദ്യത്തെ തോൽവികളാണ് പിന്നീടുള്ള വിജയത്തിന്റെ പടികളാവുന്നത്. നിന്റെ പൂർവികരുടെ എല്ലാ ഗുണങ്ങളും നിന്റെ ഉള്ളിലുണ്ട്. നിന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം, അത് നല്ലതായാലും ചീത്തയായാലും അത് നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. നിന്റെ അച്ഛനും നിന്റെ അമ്മയും നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. അതിലേതാണ് നല്ലതെന്ന് നോക്കി സ്വീകരിക്കേണ്ടതാണ് നിന്റെ കഴിവ്. ഇപ്പൊ ഇതിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. മറ്റു കാര്യങ്ങൾ ആലോചിച്ചാൽ അത് നിന്റെ മനസ്സിനെ തളർത്തും. ഷാങ്ചി എന്തായാലും വീണ്ടും ട്രെയിൻ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഈ സമയത്താണ് വെൻവുവിനെ കാണിക്കുന്നത്. ടാലോയിലേക്ക് പോകാനുള്ള സമയം വന്നെത്തി. അയാൾ ടാലോയിലേക്ക് കടക്കുകയും ചെയ്യും. ഇനി എന്താണ് സംഭവിക്കുക അത് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്ന എനിക്ക് അറിയാം. ഞാനിത് റെക്കോർഡ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇത് ഒറ്റ പാർട്ടാക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. അതിന്റെ ഇടയ്ക്ക് മരം മുറിക്കൽ വന്നു. പിന്നെ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ നോക്കി കാണാൻ പറ്റും. ശനിയാഴ്ച വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു വലിയ മഴയും കാറ്റും ഇടിമിന്നലും. ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ എത്ര വിചാരിച്ചാലും മാറ്റി നിർത്താൻ പറ്റില്ല. എന്തായാലും ലാപ്ടോപ്പിൽ ചാർജ് ഇല്ല. പക്ഷെ അങ്ങനെ പറഞ്ഞ് ഫുൾ വീഡിയോയും ചെയ്ത് തീർത്തിട്ട് വീഡിയോ ഇടാനിരുന്നാൽ എപ്പോ കറണ്ട് വരുമെന്നോ ഇനി എന്നിടാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. മിക്കവാറും ഇന്നോ നാളെയോ ആയിട്ട് തന്നെ കറണ്ട് വരും. എന്നാലും എന്തായാലും ഞാൻ നിങ്ങളോട് ശനിയോ ഞായറായിട്ട് ഇടാന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് തന്നെ ലാപ്ടോപ്പിൽ അവസാനത്തെ ചാർജ് വെച്ച് എഡിറ്റ് ചെയ്തിടുന്നത്. അതുകൊണ്ട് ലാസ്റ്റ് പാർട്ട് പ്രതീക്ഷിച്ചിരുന്നവർ എന്നോട് ക്ഷമിക്കുക. ചില കാര്യങ്ങൾ എന്റെ കൺട്രോളിലേ അല്ല. ഇന്ന് കറണ്ട് വരുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ അടുത്ത വീഡിയോ ഇടാം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ വൺസ് അഗൈൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.